Praise the Lord. Hallelujah. So let me once again welcome all of you this evening. As you listen to God's word, God bless you. ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന നിങ്ങളെ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. യേശുവിൻ്റെ അടുക്ക വന്നുവെച്ചാൽ ആരും വെറും കൈയായി പോയിട്ടില്ല. യേശുവിൻ്റെ അടുക്ക വന്നവരൊക്കെ അനുഗ്രഹം പ്രാപിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. മുടന്തർ വന്നു, അവർ നടന്നു. കുരുടർ വന്നു, അവർക്ക് കാഴ്ച ലഭിച്ചു. ചെകിടർ വന്നു, അവർക്ക് കേൾവി ലഭിച്ചു. ഇന്നും ദൈവസന്നിധിയിൽ നിൽക്കുന്ന നിങ്ങളെ എൻ്റെ ദൈവം അനുഗ്രഹിക്കാൻ വിശ്വസ്തനാണ്. നിങ്ങൾ വന്നിരിക്കുന്ന ദൈവത്തിൻ്റെ മുമ്പിലാണ്. ടുഡേ യു ആർ ലിസണിങ് ടു ദ പവർഫുൾ വേർഡ് ഓഫ് ഗാഡ്. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ വചനം കേൾക്കുമ്പോൾ ദൈവം നിങ്ങളെ രൂപാന്തരപ്പെടുത്തും. മാൻപേടകളെ പ്രസവിമാറാക്കുന്ന ദൈവത്തിൻ്റെ വചനം, വനങ്ങളെ തോലൊലിപ്പിക്കുന്ന ദൈവത്തിൻ്റെ വചനം. ഗോഡ്സ് വേർഡ് ഇസ് പവർഫുൾ. ഇൻ ദ ബിഗിനിങ് ഗോഡ് ക്രിയേറ്റഡ് എവറിത്തിങ് ബൈ ഹിസ് വേർഡ്. സകലവും ദൈവത്തിൻ്റെ വചനത്താൽ സൃഷ്ടിച്ചു. ഇന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ, ഇന്ന് രാത്രി നിങ്ങളുടെ മനസ്സ് തകർന്നിരിക്കുന്നുണ്ടെങ്കിൽ, ചോദ്യചിഹ്നങ്ങളുമായാണ് നിങ്ങൾ ഈ വചനം കേൾക്കുന്നതെങ്കിൽ, ദൈവം നിങ്ങളോട് സംസാരിക്കുമാറാകട്ടെ. നിങ്ങളുടെ ജീവിതത്തിൽ രൂപാന്തരം തരുമാറാകട്ടെ. ദൈവം നിങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിക്കട്ടെ. വ്യക്തിപരമായ ഒരു വിടുതൽ തരുമാറാകട്ടെ. നിങ്ങളുടെ കെട്ടുകളെ അഴിക്കട്ടെ. 2012 അനുഗ്രഹിച്ച ദൈവം 2013 നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. 2012 വലിയ പ്രശ്നത്തിലാണെങ്കിൽ, വലിയ ബുദ്ധിമുട്ടിലാണെങ്കിൽ, വലിയ തകർച്ചയിലാണ് നിങ്ങൾ നിൽക്കുന്നെങ്കിൽ, ഒരു ഉയർച്ച ദൈവം തരുമാറാകട്ടെ. നിങ്ങൾ വാലല്ല തലയാക്കി തീർക്കുന്ന ദൈവം നിങ്ങളുടെ കൂടെയുണ്ട്. ദൈവം മനുഷ്യനെ ഏദൻ പർദീസയിൽ സൃഷ്ടിച്ചത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് അറിയാമോ? മനുഷ്യന്റെ കൂടെ വസിക്കാനാണ്. എന്തിനു വേണ്ടി? Why God created man in the Garden of Eden? To be with him all the time. That was the purpose of our creation. ദൈവം നമ്മെ സൃഷ്ടിച്ചതിൻ്റെ വലിയൊരു ഉദ്ദേശം ദൈവത്തിന് നമ്മുടെ കൂടെ വസിക്കാനായിരുന്നു. എല്ലാ ദിവസവും ദൈവം ആ തോട്ടത്തിലേക്ക് വരുമായിരുന്നു. ആദാമേ, ഹവ്വായേ എന്ന് വിളിച്ചുകൊണ്ട്, ടു സ്റ്റേ വിത്ത് യു. നിങ്ങളുടെ മക്കൾ നിങ്ങൾക്ക് തരുന്ന ഏത് ഗിഫ്റ്റിനെക്കാട്ടിലും ഏറ്റവും വലിയ ഗിഫ്റ്റ് അവർ നിങ്ങളുടെ അടുക്ക വരുന്നു എന്നുള്ളതാണ്. ദൂരത്ത് ആവശ്യിച്ച് വരുന്ന ഇവിടെയുള്ള മാതാപിതാക്കൾക്കൊക്കെ അറിയാം. അവരൊക്കെയാണ് ഈ ഉറക്കെ ഹല്ലേലൂയ പറഞ്ഞത്. ഹല്ലേലൂയ. When your children come back home, you are so excited. You are so happy. We don't need anything else from them. Their very presence with you is so exciting. Praise the Lord. അങ്ങനെയാണെങ്കിൽ ദൈവത്തിനും അങ്ങനെയാണ്. നമ്മൾ ദൈവത്തിൻ്റെ അടുക്കൽ വരുമ്പോൾ ദൈവത്തിന് വലിയ സന്തോഷമാണ്. പാപം ചെയ്ത മനുഷ്യൻ ഏദൻ പർദീസയിൽ വെച്ചിട്ട് ദൈവം തിന്നരുത് എന്ന് കൽപ്പിച്ച ആ പഴം തിന്നപ്പോൾ ദൈവ തേജസ് നഷ്ടപ്പെട്ടു പോയി. പാപിയാണെന്ന് മനസ്സിലായി, കൽപ്പന ലംഘിച്ചു എന്ന് മനസ്സിലായി. അവൻ ഒളിച്ചു. ഓടിപ്പോയി ദൈവത്തോട് പറഞ്ഞോ, അയ്യോ ദൈവമേ, ഞാൻ തെറ്റിപ്പോയി, ഗോഡ് ഫൊർഗീവ് മീ, ഐ മേഡ് എ മിസ്റ്റേക്ക്. നോ. ഇന്നും കള്ളത്തരം ചെയ്യുന്നവരാരും പോയി ക്ഷമ ചോദിക്കാറില്ല. ദൈവത്തിന് അറിയാമായിരുന്നു കള്ളത്തരം നടന്നപ്പോഴേ കള്ളത്തരം നടന്നു എന്ന്. ഇന്നും കള്ളം പറയുന്നവര്, മോഷ്ടിക്കുന്നവര്, അവിടുന്ന് ഇവിടുന്നൊക്കെ അറിയാതെ പിടക്കാൻ നോക്കുന്നവര്, എല്ലാവർക്കും അറിയാമെങ്കിൽ പോലും ഇവർ പോയി മാപ്പി ചോദിക്കില്ല. മാപ്പി ചോദിച്ചിരുന്ന ഇവർ നേരെ ആയേനെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യൂദ കർത്താവിനെ ഒറ്റിക്കൊടുത്ത് കർത്താവിന് വേണ്ടി 30 വെള്ളിക്കാശ് മേടിച്ച ശേഷം ഒറ്റിക്കൊടുത്തു എന്ന് യേശു അറിഞ്ഞ് പിടിക്കപ്പെട്ട സമയത്ത് യേശുവിൻ്റെ അടുക്ക പോയി മാപ്പ് ചോദിച്ചോ? ഇല്ല. പുരോഹിതന്മാരുടെ അടുക്ക പോയി വെള്ളിക്കാശ് വലിച്ചെറിഞ്ഞേച്ച് തൂങ്ങി മരിച്ചു. പത്രോസ് യേശുവിനെ തള്ളി പറഞ്ഞ ശേഷം എന്ത് ചെയ്തു? ദൈവത്തിൻ്റെ അടുക്കൽ മടങ്ങി വന്ന് മാപ്പ് ചോദിച്ചു. കർത്താവിൻ്റെ അടുക്കൽ വന്നു. യേശു അവനെ നോക്കിയപ്പോൾ, കോഴി കൂകിയപ്പോൾ അവൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഒരു മാനസാന്തരം ഉണ്ടായിരുന്നു. സഹോദര സഹോദരി, ഇന്ന് ദൈവത്തിൻ്റെ വചനം നീ കേൾക്കുമ്പോൾ, നീ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, നീ ആരോടെങ്കിലും കള്ളം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആർക്കെങ്കിലും എന്തെങ്കിലും നീ കൊടുക്കാനുണ്ടെങ്കിൽ, അന്യായമായി നീ എവിടെന്നെങ്കിലും എന്തെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ, നീ എന്തെങ്കിലും മോഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ, കണക്ക് നീ തെറ്റിച്ചിട്ടുണ്ടെങ്കിൽ, അത് മാപ്പ് പറയുവാൻ, അത് പോയി ഏറ്റു പറയുവാൻ ദൈവം നിങ്ങൾക്ക് കൃപ തരുമാറാകട്ടെ. ഏറ്റു പറഞ്ഞില്ല നിങ്ങളെ ഉപേക്ഷിക്കുമ്പോൾ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ. അകൃത്യം മറച്ചു വെക്കുന്നവനോ ശുഭം വരികയില്ല. നീ ചെയ്ത തെറ്റ് നീ മറച്ചു വെക്കുന്നിടത്തോളം കാലം നിന്റെ ജീവിതത്തിൽ അനുഗ്രഹം ഉണ്ടാകുകയില്ല. ഇന്ന് രാത്രി നീ ചെയ്ത തെറ്റുകൾ ഏറ്റുപറയുവാൻ ദൈവം കൃപ തരുമാറാകട്ടെ. ഹല്ലേലൂയ. ഇവർ ഏറ്റുപറഞ്ഞില്ല. They did not ask for forgiveness. And God came back. God came to the garden and said, ആദാമേ, ഹവ്വായേ, എവിടെയാ? തെറ്റേറ്റു പറയാത്ത മനുഷ്യൻ എപ്പോഴും ഓടിക്കൊണ്ടിരിക്കും, ഒളിച്ചുകൊണ്ടിരിക്കും. യാക്കോബ് ഏശാവിൽ നിന്ന് ഓടി. അതുപോലെ തന്നെ
ആദാമും ഹവ്വായും ദൈവത്തിങ്കൽ നിന്നോടി. ദൈവം അവരെ വിളിച്ചു, അവരോട് പറഞ്ഞു കൊടുത്തു ജീവിക്കേണ്ട മാർഗം എന്തായെന്ന്. ഇന്ന് രാത്രി ദൈവം നിന്നെ വിളിക്കുകയാണ് ഒരു മടങ്ങി വരവിന് വേണ്ടി. ദൈവം നിന്റെ ജീവിതത്തിൽ ചിലതൊക്കെ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതെന്താണ് എന്ന് 2012 നമുക്ക് വീണ്ടും ദൈവം നോക്കുവാൻ ദൈവം അവസരം തന്നതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 50-ാം അധ്യായം അതിന്റെ 24-25 വാക്യം. Genesis chapter 50 verse 24 and 25. We will see what God will do in our life. What are some of his pleasures? ഏദൻ തോട്ടത്തിൽ മനുഷ്യന്റെ കൂടെ നടക്കുവാൻ ദൈവം പ്രസാദിച്ചുവെങ്കിൽ ഇന്ന് നമ്മളിൽ എന്തൊക്കെ ചെയ്യുവാൻ ദൈവം പ്രസാദിക്കുന്നു എന്ന് നമുക്കൊന്ന് നോക്കാം. ദൈവം നമ്മളെ ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കട്ടെ. ജെനസിസ് 50. ദൈവം നിങ്ങളെ സന്ദർശിക്കുകയും ദൈവം നിങ്ങളെ സന്ദർശിക്കും. God will visit you again. ദൈവം നമ്മെ വീണ്ടും വീണ്ടും സന്ദർശിക്കുന്ന ദൈവമാണ്. ജോസഫ് knew very clearly that God is going to visit him. ദൈവം അവനെ സന്ദർശിക്കുവാൻ പോകുന്നു എന്ന്. ഡെഫിനറ്റ് ആയിട്ട് ഇന്ന് എത്ര പേർക്ക് ഉറപ്പുണ്ട് ദൈവം നിന്നെ ഈ വർഷം സന്ദർശിക്കുമെന്ന്, ഈ മാസം സന്ദർശിക്കുമെന്ന്, ഈ ആഴ്ചയിൽ തന്നെ നിന്നെ സന്ദർശിക്കുമെന്ന്? God will visit you. ആരാണ് സാധാരണ വിസിറ്റ് ചെയ്യുന്നത്? നമ്മുടെ വീട്ടിലൊക്കെ വിസിറ്റേഴ്സ് ആയിട്ട് ആരാ വരുന്നത്? നമ്മുടെ സ്നേഹിതർ വരും ഇല്ലേ, നമ്മുടെ ബന്ധുക്കാർ വരും. Who comes to our home for visiting? Our friends come for visit. Friends and relatives, they are the ones who come. Our enemy will never come to visit us. ഇല്ലേ, ശത്രു വിസിറ്റ് ചെയ്യാൻ വരുമോ? ഇല്ല. നിന്റെ രക്ഷിതാവായ ദൈവം, നിന്റെ കർത്താവായ ദൈവം, നിന്റെ വീണ്ടെടുപ്പുകാരനായ ദൈവം, നിന്റെ സ്നേഹിതനായ ദൈവം, നിന്റെ അപ്പച്ചനായ ദൈവം നിന്നെ വിസിറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്നാണ് ഇന്നത്തെ ആദ്യത്തെ സന്ദേശം. ദൈവം നിന്നെ വിസിറ്റ് ചെയ്യും. ദൈവത്തിന് നിന്റെ അടുക്കൽ ഒരു മടങ്ങി വരവുണ്ട്. എന്താ പറഞ്ഞേ? ദൈവം നിന്റെ അടുക്കൽ സന്ദർശിക്കും. നിന്റെ അടുക്കൽ ഒരു മടങ്ങി വരവുണ്ട്. നിന്നെ സന്ദർശിക്കും. God will visit you. ദൈവം നിന്നെ സന്ദർശിക്കും. ദൈവം നിന്നെ സന്ദർശിക്കും എന്ന് പൂർണ്ണമായി വിശ്വസിക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തിയുണ്ടോ? തീർച്ചയായിട്ടും ദൈവം നിന്റെ അടുക്കൽ വരുന്ന രാത്രിയാണ്. Tonight he will meet with you. Today he will meet with you. ഈ ദിവസം തന്നെ, ഈ ആഴ്ചയിൽ തന്നെ ദൈവികമായ ഒരു സന്ദർശനം നിനക്കുണ്ടാകാൻ പോവുകയാണ്. ദൈവം സന്ദർശിച്ചു കഴിഞ്ഞാൽ വളരെ ഗുണമായിരിക്കും. എൻ്റെ ഒരു കൂട്ടുകാരൻ സൗദിയിൽ നിന്ന് എന്നെ സന്ദർശിച്ചു. വന്നപ്പോൾ ഒരു ചെറിയ പ്ലാസ്റ്റിക് ബാഗുമായിട്ടാണ് വന്നത്, ഡ്യൂട്ടി പെയ്ഡ് അവിടുന്ന്. അതിനകത്ത് 2-3 ഇലക്ട്രോണിക് ഐറ്റംസ്, കുറേ സോപ്പ്, നിറച്ച് പേന, കുറേ ഡയറികൾ, വീട്ടിലുള്ള എല്ലാവർക്കും ആവശ്യമുള്ളൊരു സംഭവമായിട്ട്. ഇവൻ പല പ്രാവശ്യം വന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വന്നിട്ടില്ല. ഞാൻ ഞെട്ടിപ്പോയി. ഇപ്രാവശ്യം വന്നപ്പോൾ അവൻ കുറച്ചൊരു ബാഗുമായിട്ടാണ്. എന്നിട്ട് എൻ്റെ അവിടെ വെച്ചേച്ച് പോയി. എൻ്റെ ഒരു കൂട്ടുകാരനാണ്. ദിസ് മോർണിംഗ് ഇറ്റ് ഹാപ്പൻ. എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അവൻ എന്നെ കാണാൻ വന്നു എന്നുള്ളൊരു സന്തോഷം. രണ്ടാമത് കാണാൻ വന്നപ്പോൾ എനിക്ക് വേണ്ടി ചില സംഗതികൾ കൊണ്ടുവന്നു എന്നുള്ളത് വലിയ സന്തോഷമാണ്. ഹല്ലേലൂയ. ദൈവം നിന്നെ നിശ്ചയമായും സന്ദർശിക്കും. സന്ദർശിക്കുമ്പോൾ നിനക്ക് ചില കാര്യങ്ങൾ ദൈവം തരും. ഹല്ലേലൂയ. സാധാരണ ഒരു കൂട്ടുകാരൻ കുറച്ച് കാര്യങ്ങൾ തരുമെങ്കിൽ ദൈവവും നിനക്ക് തരും. പക്ഷെ ഈ കൂട്ടുകാരനുള്ള കുഴപ്പം, അവൻ എൻ്റെ ആവശ്യം അറിഞ്ഞുകൊണ്ടല്ല തരുന്നത്, അവൻ്റെ ഇഷ്ടമനുസരിച്ചാണ്. ദൈവം തരുമ്പോൾ നിന്റെ ആവശ്യം മനസ്സിലാക്കിയാ തരുന്നത്. ഹല്ലേലൂയ. ചിലപ്പോൾ നിന്റെ ഇഷ്ടത്തിലുള്ള സാധനം കിട്ടിയെന്ന് വരികയില്ല, പക്ഷെ നിന്റെ ആവശ്യമുള്ള കാര്യങ്ങളെ ദൈവം നിനക്ക് സന്ദർശിക്കുമ്പോൾ നിനക്ക് തരുന്നതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവ സന്ദർശനം കിട്ടിയവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എപ്പോഴെങ്കിലും ദൈവം നിന്റെ കുടുംബത്തിൽ വന്നവരായിട്ടുള്ളവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിന്റെ സ്വന്തം ഭവനത്തില്, നിന്റെ വീട്ടില്, നിന്റെ വ്യക്തി ജീവിതത്തില് എന്തെങ്കിലും യേശു ഒരിക്കൽ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഇതുവരെയും വന്നിട്ടില്ലെങ്കിൽ വരുവാൻ അവസരം ഒരുക്കുക. ദൈവം വരുവാൻ പോകുന്നു. God is going to visit you. വന്നു കഴിയുമ്പോൾ ചില കാര്യങ്ങൾ നിന്നോട് പങ്കുവെക്കൂല്ലേ? He will talk to you. ഒത്തിരി കാര്യങ്ങൾ ഈ സ്നേഹിതൻ എന്നോട് പങ്കുവെച്ചു. ഒത്തിരി കാര്യങ്ങൾ, അവൻ്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ, എൻ്റെ വിഷയങ്ങൾ അവൻ കേട്ടിരുന്നു. He will listen to you. ദൈവം ഇതുപോലെയാണ്. വന്നു കഴിയുമ്പോൾ നിന്നോട് ചില കാര്യങ്ങൾ പറയും, നിന്റെ ആവശ്യങ്ങളെല്ലാം കേൾക്കും. ദൈവിക സന്ദർശനമാണ് ഇന്ന് നിനക്ക് ആവശ്യമായിരിക്കുന്നത്. ദൈവിക സന്ദർശനം ഉണ്ടാകുമ്പോൾ നീ ദൈവ ശബ്ദം കേൾക്കും, ദൈവത്തിൻ്റെ ആലോചനകൾ കേൾക്കും. അത് മാത്രമല്ല, നിന്റെ ആഗ്രഹങ്ങൾ ദൈവത്തോട് പങ്കുവെക്കുവാനും സാധിക്കും.
you will not only listen to him, you will also be able to share with him your experiences. When he visits you, he will do mighty things in your life, and God is going to visit you. That is the first thing. Same thing is repeated many times in the Old Testament. I want to read that again from Exodus chapter 13 verse 9. പുറപ്പാട് പുസ്തകം 13:19. ആദ്യം നമ്മൾ വായിച്ചത് ജോസഫ് മരണത്തിന് മുമ്പ് പറഞ്ഞതാണ്, ദൈവം നിന്നെ സന്ദർശിക്കുമെന്ന്. ഇത് നമുക്ക് നോക്കാം. പുറപ്പാട് പുസ്തകം 13:19 വാക്യം. മോശ മോശ യോസേഫിന്റെ അസ്ഥി കൊണ്ടുപോവുകയാണ്. പഴയ നിയമ പിതാക്കന്മാരൊക്കെയും ദൈവത്തിന്റെ ഒരു മടങ്ങി വരവിന് വേണ്ടി, ദൈവത്തിന്റെ ഒരു സന്ദർശനത്തിന് വേണ്ടി അവർ കാത്തിരുന്നു. അബ്രഹാം ഇങ്ങനെ കാത്തിരുന്നു. എന്തിനാണെന്നറിയാമോ? മാനുഷിക നിർമ്മിതമായ ഒരു ഭവനത്തിന് വേണ്ടിയല്ല, ഒരു പട്ടണത്തിന് വേണ്ടിയല്ല, ദൈവം അടിസ്ഥാനമിട്ടിരിക്കുന്ന ഒരു പട്ടണത്തിന് വേണ്ടി, നീങ്ങി പോകാത്തൊരു പട്ടണത്തിന് വേണ്ടി അവൻ കാത്തിരുന്നു. എത്ര പേര് അത് കാത്തിരിക്കുന്നുണ്ട്? For a great kingdom that God has made. Hallelujah. ദൈവം നിനക്ക് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഭവനത്തിന് വേണ്ടി. ഇതാ മോശയും അത് തന്നെയാണ് പറയുന്നത്. ഹല്ലേലൂയ. അബ്രഹാമും കാത്തിരുന്നു, സാറായും കാത്തിരുന്നു. മച്ചിയായ സാറ എപ്പോഴാണ് അനുഗ്രഹം പ്രാപിച്ചെന്നറിയാമോ? ദൂതന്മാർ വന്നു പറഞ്ഞു, ദൈവം നിന്നെ സന്ദർശിക്കും, ദൈവത്തെ ഒരു മടങ്ങി വരവുണ്ട്, ആ ദിവസം നീ ഗർഭം ധരിക്കും, ആ ദിവസം നിനക്ക് ഇസ്ഹാക്ക് ഉണ്ടാകും. ഹല്ലേലൂയ. മച്ചിയായ സാറായിക്ക് ദൈവത്തിന്റെ സന്ദർശനം ഉണ്ടായപ്പോൾ ഒരു ഇസ്ഹാക്കിനെ ഉണ്ടാക്കാനിടയായി തീർന്നു. ഹല്ലേലൂയ. നിന്റെ ജീവിതത്തിലെ ഫലമില്ലാത്ത അവസ്ഥ മാറുന്നത് എപ്പോഴാണെന്നറിയാമോ? ദൈവം നിന്നെ സന്ദർശിക്കുമ്പോഴാണ്. ഇപ്പം നീ മച്ചിയായിരിക്കും, ദൈവത്തിന് വേണ്ടിയിട്ടോ ദേശത്തോ നാട്ടിലോ ഒന്നും നിനക്കൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. നിനക്ക് നഷ്ടം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ, നിനക്ക് തോൽവി മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അനുഗ്രഹങ്ങൾ ഇതുവരെ നീ കണ്ടിട്ടില്ല. പക്ഷെ ദൈവം നിന്നെ അനുഗ്രഹിക്കാൻ പോവുകയാണ്. സാറായുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ മടങ്ങി വരവ് ഉണ്ടായപ്പോൾ എന്ത് സംഭവിച്ചു? ഒരു ഇസ്ഹാക്കിനെ കിട്ടി. ഹല്ലേലൂയ. നിന്റെ ജീവിതത്തിലും ഒരു ദൈവിക മടങ്ങി വരവ് ഉണ്ടാകുവാൻ ദൈവം സഹായിക്കട്ടെ. ചില അതിശയങ്ങൾ ഉണ്ടാകുവാൻ, നിർജീവമായിരിക്കുന്ന ചില അനുഭവങ്ങൾക്ക് മാറ്റമുണ്ടാകുവാൻ, ചത്തുകിടക്കുന്ന നശിച്ചിരിക്കുന്ന ഉണർവില്ലാത്ത ചില അനുഭവങ്ങൾക്ക് മാറ്റമുണ്ടാകുവാൻ ദൈവം കൃപ തരുമാറാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ജീവനുള്ളവനെ കണ്ടാൽ അറിയാം അവൻ എപ്പോഴും ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കും. ഇടയ്ക്കിടയ്ക്ക് ദൈവം വരുന്നവനെ കണ്ടാൽ അറിയാം അവൻ എപ്പോഴും ചാടിക്കൊണ്ടിരിക്കും. ദൈവത്തെ കണ്ടവനെ കണ്ടാൽ അറിയാം. മോശയുടെ മുഖം നോക്കിയപ്പോൾ ആർക്കും നോക്കാൻ കഴിയാത്ത രീതിയിൽ തേജസ്സായിരുന്നു. സീനായി പർവ്വതത്തിൽ നിന്ന് ഇറങ്ങി വന്ന് ദൈവത്തെ കണ്ട ശേഷം മോശ ശുശ്രൂഷിച്ചപ്പോൾ മുഖം മറച്ചാണ് ശുശ്രൂഷിച്ചത്. ഹല്ലേലൂയ. നിങ്ങളൊക്കെ പ്രാർത്ഥിച്ചേച്ച് ഇറങ്ങി വരുമ്പോൾ അത്രയ്ക്കൊരു ഗ്ലെയർ ഉണ്ടാകണം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തെ കണ്ടേച്ച് ഇറങ്ങി വരുമ്പോൾ there should be a glory that will shine through your life. നിന്റെ സംസാരത്തിൽ, നിന്റെ കൊടുക്കൽ വാങ്ങൽ, നിന്റെ ഇടപാടിൽ ദൈവ തേജസ് ഇറങ്ങുവാൻ ദൈവം ഇടയാക്കുമാറാകട്ടെ. ദൈവത്തിന്റെ മടങ്ങി വരവ്, ദൈവത്തിന്റെ സന്ദർശനം നിന്റെ ജീവിതത്തിൽ അത്യാവശ്യമായ കാര്യമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അബ്രഹാം ദൈവത്തോട് പറഞ്ഞു, ദൈവമേ എനിക്ക് നിന്നെ കാണണം. മോശ ദൈവത്തോട് പറഞ്ഞു, എനിക്ക് നിന്നെ കാണണം. ദാവീദിനും അത് തന്നെയായിരുന്നു ആഗ്രഹം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മോശയെ ദൈവം കാണിച്ചു കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ ശക്തി കാണിച്ചു കൊടുത്തു. ഇന്ന് എത്ര പേര് ദൈവത്തെ കാണാൻ, ദൈവത്തിന്റെ ഒരു സന്ദർശനത്തിനായി ആഗ്രഹിക്കുന്നുണ്ട്? How many of you are eager for a visitation of God in your life? For a visitation of God in your life. ഹല്ലേലൂയ. സക്കായി യേശുവിനെ കാണാൻ ആഗ്രഹിച്ചു. സക്കായി യേശുവിനെ കാണാൻ ആഗ്രഹിച്ചു. എന്ത് ചെയ്തു അവൻ? എന്ത് ചെയ്തു? ഒരു മരത്തെ കയറി. ദൈവത്തെ കാണാൻ മരം കയറിയായ ആരെങ്കിലും ഉണ്ടോ? ഹല്ലേലൂയ. സക്കായി, കുള്ളനായ സക്കായി, he wanted to see Jesus. He climbed a tree. When you do something extraordinary for God, God will definitely see that. നീ ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും മരം കയറി കഴിഞ്ഞാൽ ദൈവം തീർച്ചയായിട്ടും നിന്നെ പിടിക്കും. യേശു അതുവഴി പോയപ്പോൾ അവനെ വെറുതെ വിട്ടില്ല. എന്ത് ചെയ്തു? സക്കായിയെ നീ ഇറങ്ങി വാ. സക്കായി ഒന്ന് കാണാമെന്നും പറഞ്ഞ് അവിടെ കാത്തിരുന്നപ്പോൾ ദൈവം അവന്റെ വീട്ടിലേക്ക് പോകുവാൻ തീരുമാനിച്ചു. അവന്റെ വീട്ടിലേക്ക് ദൈവം പോയി. ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു സന്ദർശനം, ഒട്ടും ചിന്തിക്കാത്തൊരു അനുഭവം അവനുണ്ടായി. ഒരു നോക്ക് കാണാൻ വന്ന സക്കായിക്ക് ക്രിസ്തുവിനെ വീട്ടിലേക്ക് കൊണ്ടുപോകുവാൻ ഭാഗ്യം ലഭിച്ചു. അത് മാത്രമല്ല, വീട്ടിലെത്തിയപ്പോൾ സക്കായിയുടെ വീട്ടിന് രക്ഷയുണ്ടായി.
മാനസാന്തരമുണ്ടായി, അനുഗ്രഹമുണ്ടായി. യേശു സന്ദർശിച്ചു കഴിയുമ്പോൾ രക്ഷയുണ്ട്. യേശു സന്ദർശിച്ചു കഴിയുമ്പോൾ അനുഗ്രഹമുണ്ട്. യേശു സന്ദർശിച്ചു കഴിയുമ്പോൾ സൗഖ്യമുണ്ട്. സക്കായി പറഞ്ഞു, ഞാൻ ഇത്രയും നാളും ചെയ്ത എല്ലാ തെറ്റുകളും കൊടുത്തു തീർക്കാം. എത്ര പേര് അങ്ങനെ തീരുമാനിക്കും? ദൈവിക സന്ദർശനത്തിന്റെ ലക്ഷണമാണ് നീ ചെയ്ത തിന്മകളെല്ലാം തീർക്കുക എന്നുള്ളത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നീ 2012 ചെയ്തു വെച്ച എല്ലാ തെറ്റുകളും, പറഞ്ഞ കള്ളങ്ങളും, ചെറിയ ചെറിയ കൊച്ചു മോഷണങ്ങളും, അവിടുന്ന് ഇവിടുന്ന് മാറ്റിവെച്ചതും, തെറ്റായി എഴുതിയ കണക്കുകളും, ഇതൊക്കെ തിരിച്ചു കുറിക്കുവാൻ ദൈവം നിനക്ക് കൃപ തരുമാറാകട്ടെ. ആ സന്ദർശനം വലിയൊരു അനുഗ്രഹമാണ്, ഒരു വിടുതലാണ്. ഹല്ലേലൂയ. നമുക്ക് തുടർന്ന് വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം അതിന്റെ 8-ാം വാക്യം. ജെനസിസ് ചാപ്റ്റർ 22 വേഴ്സ് 8. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം അതിന്റെ 8-ാം വാക്യം. ദൈവം സന്ദർശിച്ചു കഴിയുമ്പോൾ എന്ത് ചെയ്യുമെന്നറിയാമോ? ദൈവം നിനക്ക് പ്രൊവൈഡ് ചെയ്യും. ദൈവം നോക്കിക്കൊള്ളും. തലേദിവസം അബ്രഹാമിന്റെ അടുക്ക വന്നേച്ച് പറഞ്ഞു, നിന്റെ ഏകജാതനായ പുത്രനായ ഇസഹാക്കിനെ എനിക്ക് വേണ്ടി യാഗം കഴിക്കുക. അധികം വെയിറ്റ് ചെയ്യാതെ, did not wait for too long. God visited Abraham the previous day, asked for an offering. ഏകജാതനായ മകനെ ചോദിച്ചു. അതും ചിലപ്പോൾ വിസിറ്റ് ചെയ്യുമ്പോൾ ചോദിക്കും. വിസിറ്റ് ചെയ്യുമ്പോൾ എന്ത് ചോദിക്കും? ദൈവം ചില ആവശ്യങ്ങളില്ലേ, നിങ്ങൾ നിന്ന് ചില ആവശ്യങ്ങൾ നമുക്ക് ദൈവത്തിന്റെ കയ്യിൽ നിന്ന് ഇങ്ങോട്ട് കിട്ടിയാൽ മതി, അങ്ങോട്ട് കൊടുക്കാൻ ആർക്കും ഇല്ല. നല്ല വിസിറ്റൊക്കെ വേണം, ദൈവം വന്ന് കണ്ടോ, പക്ഷേ എനിക്ക് കൊടുക്കാനൊന്നും പറ്റില്ല. ഹല്ലേലൂയ. ദൈവം അബ്രഹാമിനോട് ചോദിച്ചത് തന്റെ ഏകജാതനായ പുത്രനെയാണ്, ഇസഹാക്കിനെയാണ്. ദൈവം തന്റെ ഏകജാതനായ പുത്രനായ ക്രിസ്തുവിനെ ലോകത്തിന്, പാപികളുടെ രക്ഷയ്ക്ക് വേണ്ടി കൊടുക്കാൻ തീരുമാനിച്ചു നിന്നപ്പോൾ ഏതെങ്കിലും ഒരു മനുഷ്യൻ സ്വന്തം പുത്രനെ കൊടുക്കുമോ എന്ന് ദൈവത്തിന് അറിയണമായിരുന്നു. അബ്രഹാമിന്റെ അനുസരണം ദൈവത്തെ സന്തോഷിപ്പിച്ചു. അബ്രഹാമും ഇസഹാക്കും കൂടെ മോറിയ മല കയറിയപ്പോൾ ഇസഹാക്കിന്റെ ഏറ്റവും വലിയൊരു ചോദ്യം, അപ്പച്ച ആടെവിടെയാണ്? തീയുണ്ട്, കത്തിയുണ്ട്, വിറകുണ്ട്, എല്ലാം ഉണ്ട്, പക്ഷെ കുഞ്ഞാട് എവിടെ ആണ്? ദൈവം നിന്നെ സന്ദർശിക്കുമെങ്കിൽ ദൈവം നിനക്ക് വേണ്ടി കരുതും. നിനക്ക് വേണ്ടി കരുതുന്ന ദൈവം ജീവിക്കുന്നു. ദൈവം കരുതിക്കൊള്ളും. ഗോഡ് വിൽ പ്രൊവൈഡ്. ദൈവം കരുതിക്കൊള്ളും. ഇത് എത്ര പേർക്ക് ആത്മാർത്ഥമായി പറയാൻ ചോദിക്കും? പിശാച് നിന്നോട് പറയുകയാണ് നിനക്കൊന്നുമില്ല. പിശാച് നിന്നോട് പറയുകയാണ് നീ നശിച്ചു. Satan tells you you are finished. You have nothing. You are not going to get anything more. And God tells you, I will provide. Jehovah Jireh, my provider. Jehovah Jireh, my provider. ദൈവം കരുതിക്കൊള്ളും. God will provide a good job for you. ദൈവം നിനക്ക് വേണ്ടി നല്ലൊരു ജോലി കരുതിക്കൊള്ളും. ജോലിയില്ലാത്ത സഹോദര സഹോദരിയെ നിനക്ക് വേണ്ടി കരുതുന്ന ദൈവം ജീവിക്കുന്നു. ദൈവം നിനക്ക് വേണ്ടി നല്ല ഭവനം കരുതിക്കൊള്ളും. God will provide a home for you, a shelter for you. ഭക്ഷണമില്ലാതെ, വസ്ത്രമില്ലാതെ, പൈസ ഇല്ലാതെ, മുമ്പോട്ട് എങ്ങനെ പോകുമെന്നറിയാതെ വിഷമിച്ചുകൊണ്ടിരിക്കുന്ന ജീവിതമേ ദൈവം നിനക്ക് വേണ്ടി കരുതിക്കൊള്ളും. ഭാവി നിനക്ക് വേണ്ടി കരുതിക്കൊള്ളും. Your future God will provide. An admission to a college God will provide. Your partner in marriage God will provide. നിനക്ക് വേണ്ടി തക്ക തുണയെ ദൈവം ഒരുക്കും. ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ദൈവം നിനക്ക് വേണ്ടി തക്ക തുണയെ ഒരുക്കാൻ പോവുകയാണ്. How many of you are earnestly praying for a good partner in your life? God is going to provide. Your father is not going to provide. You yourself are not going to find out, but God is going to provide. Hallelujah. ദൈവം നിനക്കൊരു തുണയെ ഒരുക്കാൻ പോകുന്നതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇതുവരെയും പ്രാർത്ഥിച്ചിട്ടില്ലെങ്കിൽ പ്രാർത്ഥിച്ചു തുടങ്ങിക്കോളൂ. God will provide. കല്യാണ പ്രായമായി നിൽക്കുന്ന നിങ്ങളൊക്കെ ആരെങ്കിലും കല്യാണം കഴിക്കാൻ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി തക്ക തുണയെ ഒരുക്കും. അബ്രഹാമിന് വേണ്ടി മോറിയ മലയിൽ ഒരാടിനെ, കുഞ്ഞാടിനെ ഒരുക്കിയ ദൈവം നിങ്ങൾക്ക് വേണ്ടി സകലവും ഒരുക്കുന്നതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം കരുതി കഴിഞ്ഞാൽ മനുഷ്യന്റെ കരുതൽ പോലെയാണോ? അല്ല. അബ്രഹാം കരുതി. ഇസ്മായേലിനെ പറഞ്ഞു വിട്ടപ്പോൾ, ഹാഗാറിന്റെ കൂടെ പറഞ്ഞു വിട്ടപ്പോൾ കുറച്ച് വെള്ളവും അപ്പമൊക്കെ കരുതി. അത് നിന്നോ? മനുഷ്യന്റെ കരുതൽ എന്നും നിലനിൽക്കുകയില്ല. ദൈവത്തിന്റെ കരുതൽ എന്നും നിലനിൽക്കും. God's provision will last forever. ദൈവത്തിന്റെ കരുതൽ എന്നും നിലനിൽക്കും. മനുഷ്യന്റെ കരുതൽ നിലനിൽക്കുകയില്ല. ദൈവം നിനക്ക് വേണ്ടി കരുതിയാൽ അത് എന്നും നിലനിൽക്കുന്നതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു.
ഹല്ലേലൂയ. നിന്നെ സന്ദർശിക്കുവാൻ, നിന്റെ കൂടെ താമസിക്കുവാൻ സക്കായുടെ വീട്ടിലേക്ക് കടന്നുപോയ ദൈവം, ഹല്ലേലൂയ, നിന്റെ ഭവനത്തിലേക്ക് വരുമ്പോൾ നിനക്കുള്ളത് ആവശ്യമെല്ലാം അവൻ നിനക്ക് തരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ നിങ്ങൾക്കായി കരുതുന്നതിനാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേലിട്ടുകൊള്ളുക. അവൻ നിങ്ങൾക്കായി കരുതുന്നതിനാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേലിട്ടുകൊള്ളുക. ഹല്ലേലൂയ. തോമസ് ഏട്ടന്റെ എല്ലാ ചിന്താകുലവും ദൈവത്തിന്റെ മേലിട്ടുകൊള്ളുക. ഗോഡ് വിൽ പ്രൊവൈഡ്. ദൈവം നിനക്ക് വേണ്ടി കരുതുന്നു. മനുഷ്യരല്ല കരുതുന്നത്, സഭയല്ല കരുതുന്നത്. ഹല്ലേലൂയ. ദൈവമാണ് നിനക്ക് വേണ്ടി കരുതുന്നത്. ഭാര്യയല്ല, ഭർത്താവല്ല, അച്ഛനല്ല, അമ്മയല്ല, ദൈവമാണ് കരുതുന്നത്. ഹല്ലേലൂയ. ഒരു മനുഷ്യനുമല്ല നിനക്ക് വേണ്ടി കരുതുന്നത്, എന്റെ ദൈവം നിനക്ക് വേണ്ടി കരുതുന്നു. അവൻ നിന്റെ സകല ബുദ്ധിമുട്ടും അവന്റെ മഹിമാധനത്തിനൊത്തവണ്ണം തീർത്തു തരുവാൻ ശക്തനാകിയാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഗോഡ് വിൽ പ്രൊവൈഡ്. ഇടയ്ക്കിടയ്ക്ക് ഇത് പറയാൻ ദൈവം കൃപ തരുമാറാകട്ടെ. നിങ്ങളുടെ മക്കളോട് പറയുവാൻ ദൈവം കൃപ തരുമാറാകട്ടെ. കൂട്ടുകാരോട് പറയുവാൻ, ജസ്റ്റ് ടെൽ സംബഡി ഇൻ യുവർ ലൈഫ്, മൈ ഗോഡ് വിൽ പ്രൊവൈഡ് ഫോർ മീ. ഡോണ്ട് വറി, മൈ ഗോഡ് വിൽ പ്രൊവൈഡ്. എന്റെ ദൈവം കരുതിക്കൊള്ളും. ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകം 28 അധ്യായം അതിന്റെ 20 വാക്യം. ജെനസിസ് ചാപ്റ്റർ 28 വേഴ്സ് 20. ഉൽപ്പത്തി പുസ്തകം 28 അധ്യായം അതിന്റെ 20 വാക്യം. ആമേൻ. ഹല്ലേലൂയ. ഇതാര് പറഞ്ഞതാണ്? യാക്കോബ് പറഞ്ഞതാണ്. യാക്കോബിന് ദൈവവുമായ ഒരു സന്ദർശനമുണ്ടായി. ദൈവത്തോട് കുറെ കാര്യങ്ങൾ, ദൈവം കുറെ കാര്യങ്ങൾ അവനോട് പറഞ്ഞു. അപ്പൊ അവൻ ദൈവത്തോട് കുറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞു. അവന്റെ ഒരു കണ്ടീഷനായിരുന്നു, ദൈവം എൻ്റെ കൂടെ ഇരിക്കണം. ഗോഡ് ഷുഡ് ബി വിത്ത് മീ. ദൈവം കരുതുന്ന ദൈവം, നിന്നെ നോക്കുന്ന ദൈവം, നിനക്ക് വേണ്ടി സകലവും തരുന്ന ദൈവം നിന്റെ കൂടെ ഇരിക്കണം. യാക്കോബിന്റെ ആവശ്യമായിരുന്നു എന്തായിരുന്നു? ദൈവം എൻ്റെ കൂടെ. നമ്മളതല്ലേ വായിച്ചത്? എന്താണ്? ദൈവം എൻ്റെ കൂടെ ഇരിക്കണം. യാക്കോബ് ദൈവത്തോട് ചോദിച്ചൊരു കാര്യമാണ്, ഗോഡ് യു ഷുഡ് ബി വിത്ത് മീ. How many of you can ask God? I always ask God. ഞാൻ ദൈവത്തോട് പറയും, ദൈവമേ നിനക്ക് ഇഷ്ടമില്ലാത്ത ഒരു സ്ഥലത്തേക്കും എന്നെ കൊണ്ടുപോകരുതേ. God you should be with me. ഞാൻ എവിടെ ആയിരുന്നാലും നീ എൻ്റെ കൂടെ വരണമേ. അനേക ദൈവദാസന്മാർ ദൈവവചനത്തിൽ അങ്ങനെ ചോദിച്ചിട്ടുണ്ട്, ദൈവമേ നീ എൻ്റെ കൂടെ വരണമേ, എൻ്റെ ഓപ്പറേഷൻ തിയേറ്ററിൽ എൻ്റെ കൂടെ വരണമേ, എൻ്റെ അടുക്കളയിൽ നീ എൻ്റെ കൂടെ വരണമേ, എൻ്റെ ഫാക്ടറിയിൽ നീ എൻ്റെ കൂടെ വരണമേ, എൻ്റെ സ്കൂളിൽ നീ എൻ്റെ കൂടെ വരണമേ, എൻ്റെ പഠിത്ത സ്ഥലത്ത്, എൻ്റെ ബിസിനസിന്റെ സ്ഥലത്ത്, എൻ്റെ ഹോസ്പിറ്റലിൽ, ഞാൻ ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ, എൻ്റെ വീട്ടിൽ, എൻ്റെ കുടുംബത്ത്, ഗോഡ് ബി വിത്ത് മീ, കം വിത്ത് മീ. യാക്കോബ് പറഞ്ഞത് നീ എൻ്റെ കൂടെ വരികയും, അല്ലേ? നീ എൻ്റെ കൂടെ വരികയും, നീ എൻ്റെ കൂടെ വരികയും. ഇപ്പം നമ്മുടെ മക്കളെയും ഭാര്യയും പറഞ്ഞയക്കുമ്പം അവർക്ക് നമ്മൾ പൈസ കൊടുത്തു വിട്ട് എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്താലും ഭർത്താവ് കൂടെ പോകുന്നതിൻ്റെ കൺവീനിയൻസ് ഉണ്ടോ? ഇല്ല. അപ്പച്ചൻ കൂടെ വരുന്നതിൻ്റെ കൺവീനിയൻസ് മക്കൾക്കുണ്ടോ? മക്കൾക്ക് എത്ര പൈസ കൊടുത്തു വിട്ടാലും അത് നടക്കുമോ? ഇല്ല. അപ്പം കൂടെ വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എല്ലാം നോക്കിയും കണ്ടും ചെയ്തോളും. പൈസയ്ക്ക് കുറവ് വരില്ല, കിടക്കാനുള്ള സ്ഥലത്തിന് വിഷമം ഉണ്ടാകില്ല, ഭക്ഷണത്തിന് കുഴപ്പം വരില്ല, എല്ലാം നടക്കും. അതുകൊണ്ടാണ് ഒരു ലിസ്റ്റ് അതിൻ്റെ കൂടെ അങ്ങ് പറഞ്ഞത്, നീ എൻ്റെ കൂടെ വരികയും ടിക് 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 ഇന്ന 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 കാര്യങ്ങൾ ചെയ്തു തരികയും ചെയ്താൽ നീ വന്നു കഴിഞ്ഞാൽ പിന്നെ ലിസ്റ്റ് പറയേണ്ട കാര്യമില്ല. ഇഫ് ഗോഡ് ഈസ് വിത്ത് യു, ഹി വിൽ ടേക്ക് കെയർ ഓഫ് യു, ഹി വിൽ ലുക്ക് ആഫ്റ്റർ യു. പിതാവായ ദൈവം, രക്ഷിതാവായ ദൈവം, നിന്റെ സ്വന്തം ദൈവം യേശു നിന്റെ കൂടെ ഉണ്ടെങ്കിൽ, കൂടെ വന്നു കഴിഞ്ഞാൽ പിന്നെ പേടിക്കേണ്ട കാര്യമുണ്ടോ? അപകടങ്ങളിൽ നിന്ന് അവൻ നിന്നെ സംരക്ഷിക്കും. ആപത്തുകൾ, അനർത്ഥങ്ങൾ നിനക്ക് വ്യസനകാലമായി തീരാതിരിക്കുവാൻ ദൈവം നിന്നെ കാത്തുകൊള്ളും. നിന്റെ കൂടെ നിന്റെ കുഞ്ഞുങ്ങളെ ദൈവം കാത്തുകൊള്ളും, നിന്റെ കുടുംബത്തെ ദൈവം കാത്തുകൊള്ളും, നിന്റെ സമ്പത്തിനെ ദൈവം കാത്തുകൊള്ളും, മടക്കി നിന്നെ കൊണ്ടുവരും. നീ പോകേണ്ട സ്ഥാനങ്ങളിലേക്ക് ദൈവം നിന്നെ എത്തിക്കും. എത്ര പേർക്ക് വിശ്വാസമുണ്ട് ദൈവം എൻ്റെ കൂടെ ഉണ്ടെന്ന്? ഹല്ലേലൂയ. വിശ്വാസമില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദൈവം കൂടെ വരുവാൻ ദൈവം സഹായിക്കുമാറാകട്ടെ. എമൗസിലേക്ക് പോയ ശിഷ്യന്മാർ യേശുവുമായി സംസാരിച്ചു പോയപ്പോൾ കുറച്ച് കഴിഞ്ഞ് പട്ടണം എത്തിയപ്പോൾ യേശു നടക്കുന്നത് പോലെ ഭാവിച്ചു. അപ്പോൾ ഈ ശിഷ്യന്മാർ പറഞ്ഞു, യേശുവെ കൂടെ പാർക്ക, സ്റ്റേ വിത്ത് us. അപ്പോഴാണ് ഭക്ഷണത്തിന് പോയത്.
You have to request God to stay with you. പലരും ഇത് ചോദിക്കാറില്ല. ദൈവമേ കൂടെ വരിക. Come with me. Just like Jacob asked, please ask God to come with you. Before starting a travel, before going for an interview, before taking a trip, നീ എവിടെ പോയാലും ഏത് ആവശ്യത്തിലാണേലും ഏത് പ്രതിസന്ധിയിലാണും ദൈവം നിന്റെ കൂടെ വരുവാൻ നീ പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. സിംഹക്കുഴിയിലേക്ക് പോകുന്നതിന് മുമ്പേ ദാനിയേൽ ഒറ്റ പ്രാർത്ഥനയെ പ്രാർത്ഥിച്ചുള്ളൂ, ദൈവമേ കൂടെ വരിക. ഒരു വലിയ തീക്കുഴിയിലേക്ക് പോകുന്നതിന് മുമ്പേ ശദ്രക് മേശക് അബേദ്നെഗോ ഒരു പ്രാർത്ഥനയെ പ്രാർത്ഥിച്ചുള്ളൂ, ദൈവമേ കൂടെ വരിക. ദൈവം തീയിൽ നാലാമനായി ഇറങ്ങി വന്നു. ദൈവം ദാനിയേലിന്റെ സിംഹക്കുഴിയിൽ ഇറങ്ങി വന്ന് സിംഹത്തിന്റെ വായെ പൂട്ടി. Daniel asked God to come with him to the den of lion, and God went with him. Shadrach, Meshach, Abednego asked God to go with him into the fire. There was the fourth person walking in the fire. തീയിൽ നാലാമനായ ദൈവം അവരുടെ കൂടെ ഇറങ്ങി വന്നു. നിന്റെ പ്രശ്നങ്ങളിൽ നീ ദൈവത്തോട് പറയുമോ, ദൈവമേ എൻ്റെ കൂടെ ഒന്ന് വരണമേ, ഞാൻ തന്നെ പോയാൽ ശരിയാവൂല. ആ ഗവൺമെന്റ് ഓഫീസിലേക്ക് പോകുമ്പോൾ നീ എൻ്റെ കൂടെ ഒന്ന് വരണമേ, പ്രിൻസിപ്പളിനെ കാണാൻ പോകുമ്പോൾ എൻ്റെ കൂടെ ഒന്ന് വരണമേ. Come with me when I go to write my exam. Come with me when I am going to meet that person. അവിടേക്ക് പോകുമ്പോൾ ദൈവമേ എൻ്റെ കൂടെ വരണമേ എന്ന് എത്ര പേര് പ്രാർത്ഥിക്കും? ദൈവം നിന്റെ കൂടെ വരും. അത്ഭുതങ്ങൾ നടക്കും, വഴികൾ തുറക്കും. നിനക്ക് വേണ്ടി ദൈവം പുതിയ വഴികളെ തുറക്കാൻ പോകുകയാണ്. 2013 ചില അത്ഭുതങ്ങൾ നടക്കട്ടെ, ചില പുതിയ വഴികൾ തുറക്കട്ടെ. ഹല്ലേലൂയ. നീ പ്രാർത്ഥിക്കുക. ഇന്ന് ദൈവവചനം കേൾക്കുന്ന എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ദൈവം നിന്റെ കുടുംബത്തിൽ പ്രവർത്തിക്കാൻ പോകുകയാണ്. നിന്റെ കൂടെ ദൈവം വന്നു കഴിഞ്ഞാൽ ദേശത്തിനത് മനസ്സിലാകും. ഹല്ലേലൂയ. നിന്റെ മടങ്ങി വരവ് അത്ര അനുഗ്രഹമായിരിക്കും. നിന്റെ സഹോദരൻ ഏശാവ് പോലും അതിശയിക്കാത്ത രീതിയിൽ നീ മടങ്ങി വരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇനിയും ദൈവം നിന്റെ ജീവിതത്തിൽ ചെയ്യാൻ പോകുന്ന ചില കാര്യങ്ങളോട് ഞാൻ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഡ്യൂട്രോണമി ചാപ്റ്റർ 30 വേഴ്സ് 3. ആവർത്തന പുസ്തകം 30-ാം അധ്യായം അതിന്റെ 3-ാം വാക്യം. ഡ്യൂട്രോണമി ചാപ്റ്റർ 30 വേഴ്സ് 3. ആവർത്തന പുസ്തകം 30-ാം അധ്യായം അതിന്റെ 3-ാം വാക്യം. നമുക്ക് എല്ലാവർക്കും നോക്കാം. ദൈവം നിന്റെ കൂടെ വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ സംഭവിക്കുവാൻ പോകുകയാണ്. When God comes with you, what will happen to you? വായിച്ചോ. ആ, നിനക്ക് നിന്റെ സ്ഥിതിക്ക് മാറ്റം വരുത്തും. നിന്നോട് മനസ്സലിഞ്ഞ് നിങ്ങളിലേക്ക് തിരികെയും നിന്നെ മടക്കിക്കൊണ്ടുവരും. He will bring you back from captivity. Anybody with an English Bible, can you read that for me? Deuteronomy 30 verse 3. Then the Lord your God will have mercy on you. ദൈവം നിന്റെ കൂടെ വരുമ്പോൾ നിന്നോട് എന്തുണ്ടാകും? കരുണ. കരുണ 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 സമ്പന്നനായ ദൈവത്തെ കൂടെ നടന്നുള്ള ഗുണം അതാണ്. Praise the Lord. God full of mercy. If he walks with you, what will you have every day? Mercy, mercy, mercy. കരുണ നിനക്ക് ലഭിച്ചുകൊണ്ടിരിക്കുക. കരുണ സമ്പന്നനായ ദൈവം കൂടെ നടന്നാൽ എന്താ നിനക്ക് കിട്ടാൻ പോകുന്നത്? കരുണ കിട്ടിക്കൊണ്ടിരിക്കും. എല്ലാ സാഹചര്യത്തിലും ദൈവത്തിന്റെ കരുണ വേണമെന്ന് നീ ആഗ്രഹിക്കുന്നുണ്ടോ? എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ട്? ദൈവത്തെ കൂടെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ദൈവത്തിന്റെ കരുണ ഉണ്ടായിക്കൊണ്ടിരിക്കും. നിന്റെ കുടുംബത്തിന്റെ ഉള്ളിൽ ദൈവത്തിന്റെ കരുണ ഉണ്ടായിരിക്കും. ദൈവത്തിന്റെ കരുണ ഉണ്ടാകുമ്പോൾ, ദൈവം കൂടെ വന്ന് നിന്റെ കരുണ ഉണ്ടാകുമ്പോൾ എന്ത് സംഭവിക്കും? He will bring you back from captivity. നിന്നെ ചെതറിച്ചിരിക്കുന്നിടത്തു നിന്ന് ദൈവം നിന്നെ മടക്കിക്കൊണ്ടുവരും. ഫ്രം ക്യാപ്റ്റിവിറ്റി, ബന്ധനത്തിൽ നിന്ന്, അടിമത്വത്തിൽ നിന്ന് ദൈവം നിന്നെ മടക്കിക്കൊണ്ടുവരും. ചിലരിന്ന് അടിമകളാണ്. എന്തിനാണെന്നറിയാമോ? പാപത്തിനടിമയാണ്. നിനക്ക് ചെയ്യാൻ ഇഷ്ടമുള്ള കാര്യമല്ല നീ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിനക്കറിയാം ഈ സ്വഭാവം മാറ്റണം. കള്ളം പറയുന്നത് മാറ്റണമെന്ന് ആഗ്രഹിക്കുന്ന ഒത്തിരി പേരുണ്ട്. പക്ഷെ ഉസ്താദുക്കളാണ് കള്ളം പറയാൻ. ഇവർ കള്ളം പറയാന്ന് പോലും ബാക്കി ആർക്കും മനസ്സിലാവില്ല. ഇന്നലെ ഒരു പേഷ്യൻ്റ് എൻ്റെ അടുക്ക വന്ന് മോളെയും കൊണ്ട് അമ്മ ഇരുന്ന് കരയുക. 4 വയസ്സുള്ള കുട്ടിയാണ്. ഞാൻ ചോദിച്ചു, എന്താ അമ്മ കരയുന്നതെന്ന് ചോദിച്ചു. ഇവള് വാ തുറന്നാൽ കള്ളമേ പറയുള്ളൂ ഡോക്ടറെ. അത് മാത്രമല്ല, ഇവള് കള്ളമാന്ന് പറയുന്നത് എനിക്ക് മനസ്സിലാകാത്തക്ക രീതിയിൽ അവൾ പറയുന്നത്. ഇത്രയ്ക്ക് പഠിച്ച കള്ളിയായാൽ എങ്ങനെ ഒക്കുന്നത്? എൻ്റെ മോള് 4 വയസ്സിൽ മുതുക്കിയായ അവളെ കഥ നോർത്ത് നോക്കി. ഒരു പഠിച്ച കള്ളി മുതുക്കിയായ അവൾ എന്തായിരിക്കും? അവർ പലരെയും കഴുത്തറക്കും. കള്ളം പറയുക
മോഷ്ടിക്കുക, കള്ളം പറയുക എന്ന് പറയുന്നത് ആരുടെ സ്വഭാവമാണ്? പിശാചിന്റെ സ്വഭാവമാണ്. കള്ളം പറയുന്നവന്റെ അപ്പനാരാ? പിശാചാണ്. ഇന്ന് നീ കള്ളം പറയുകയും തെറ്റായ ജീവിതത്തിൽ കൂടെ ഓടുകയും ചെയ്യുന്നുണ്ടെങ്കിൽ നിന്റെ അപ്പച്ചൻ പിശാചാണ്, ദൈവമല്ല. നീ പാട്ട് പാടുമായിരിക്കും, നീ പ്രാർത്ഥിക്കുമായിരിക്കും, നീ പ്രസംഗിക്കുമായിരിക്കും, നീ പല രീതിയിൽ ദൈവത്തിന്റെ പൈതലാണെന്ന് നീ ചിന്തിക്കുന്നുണ്ടായിരിക്കാം. പക്ഷെ നിന്റെ ജീവിതത്തിൽ കള്ളത്തരമുണ്ടെങ്കിൽ യു ആർ സ്റ്റിൽ അണ്ടർ ദ ബോണ്ടേജ് ഓഫ് സിൻ ആൻഡ് സേറ്റൻ. പിശാചിന്റെ അടിമത്തത്തിലാണ് നീ ഇപ്പോഴും. പിശാചിന്റെ അടിമത്തത്തിലാണ് നീ ഇപ്പോഴും. പിശാചിന്റെ അടിമത്തത്തിലാണ് ഇപ്പോഴും. വിടുതൽ പ്രാപിക്കുവാൻ ദൈവം കൃപ തരുമാറാകട്ടെ. കെട്ടഴിയുവാൻ ദൈവം കൃപ തരുമാറാകട്ടെ. സാത്താന്റെ പ്രവർത്തികളെ അഴിക്കുവാനാണ് യേശു വന്നത്. നിന്റെ ജീവിതത്തിലുള്ള പിശാചിന്റെ പ്രവർത്തനങ്ങളെ ഇന്ന് രാത്രി ദൈവം അഴിക്കുമാറാകട്ടെ. ഇന്ന് തൊട്ട് ഞാൻ സത്യമേ പറയൂ എന്ന് പറയാൻ തീരുമാനിക്കാൻ എത്ര പേരുണ്ട്? ഹല്ലേലൂയ. ഞാൻ കള്ളം ചെയ്യുകയില്ല, ഞാൻ മോഷ്ടിക്കുകയില്ല, ഞാൻ കള്ളം പറയുകയില്ല, കള്ള സത്യം ചെയ്യുകയില്ല, ആരോടും തെറ്റായി ഞാൻ പറയുകയില്ല. ഹല്ലേലൂയ പറയാൻ എത്ര പേരുണ്ട് അതിന്റെ കൂടെ? ഹല്ലേലൂയ. ആയി പൊക്കാതിരുന്ന രക്ഷയുണ്ടല്ലേ, വേണമെങ്കിൽ ഒന്നുകൂടെ പറഞ്ഞേക്കാം അല്ലേ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ബോണ്ടേജ് ടു സിൻ ആൻഡ് സേറ്റൻ. ചിലര് അസുഖത്തിന്റെ അടിമയാണ്. എന്നും അസുഖം, ഇവർക്ക് എന്നും രോഗമാണ്. ഒന്നീ പനിയും ജലദോഷമായിരിക്കും, അല്ലെ പുറംവേദനയായിരിക്കും, അല്ലെ മുട്ടുവേദനയായിരിക്കും. ഫുൾ ടൈം ബോണ്ടേജ് ടു സിക്നെസ്. ഈ അടിമത്വത്തിൽ നിന്ന് ദൈവം നിനക്ക് വിടുതൽ തരുമാറാകട്ടെ. നിന്റെ രോഗം നിന്നെ തകർക്കുവാൻ നോക്കുമ്പോൾ ദൈവം രോഗത്താൽ നിങ്ങളെ പരീക്ഷിക്കുന്നുണ്ടോ? ഇല്ല. പിശാച് നിന്റെ ജീവിതത്തിൽ ക്ഷീണവും രോഗവും കൊണ്ടുവന്നിട്ട് നിന്നെ തളർത്താൻ നോക്കുമ്പോൾ സൗഖ്യം പ്രാപിക്കുവാൻ ദൈവം കൃപ തരുമാറാകട്ടെ. അവന്റെ അടിപ്പിടലാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ഇന്ന് രോഗികളായ ആരെങ്കിലും ഈ ദൈവത്തിന്റെ വചനം കേൾക്കുന്നുവെങ്കിൽ ഇന്ന് സൗഖ്യം പ്രാപിക്കുവാൻ നിന്റെ രോഗത്തിന്റെ കെട്ടുകളെ അഴിക്കുന്ന എന്റെ യേശു ജീവിക്കുന്നു. എന്റെ ദൈവം സൗഖ്യമാക്കുന്ന യഹോവയാണ്. നിന്റെ എല്ലാ രോഗത്തിന്റെയും ചങ്ങലകൾ ഇന്ന് അഴിയുമാറാകട്ടെ. അത് ഡയബറ്റീസ് ആണെങ്കിലും കൊള്ളാം, അത് ഹാർട്ട് അറ്റാക്ക് ആണെങ്കിലും കൊള്ളാം, അത് തളർവാദമാണെങ്കിലും കൊള്ളാം, അത് പുറം വേദനയാണെങ്കിലും കൊള്ളാം, അത് എക്സസീവ് ബ്ലീഡിംഗ് ആണെങ്കിലും കൊള്ളാം, അത് കുഞ്ഞുങ്ങളില്ലായ്മ ഇൻഫെർട്ടിലിറ്റി ആണെങ്കിലും കൊള്ളാം, ഫലമില്ലായ്മയാണെങ്കിലും കൊള്ളാം. വാട്ട് എവർ സിക്നസ് ആൻഡ് ബോണ്ടേജ് യു ഹാവ്, തളർന്നു കിടക്കുന്നവർ എഴുന്നേൽക്കുവാൻ ദൈവം ശക്തിയെ അയക്കുമാറാകട്ടെ. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് രാത്രി ദൈവത്തിന്റെ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു ജീവിതം ക്ഷീണിച്ചു കിടക്കുന്നുണ്ടെങ്കിൽ അവനെ അടിമത്തത്തിലേക്ക് കൊണ്ടുപോയി കിടക്കുന്ന അവന്റെ രോഗത്തെ അഴിക്കുവാൻ ദൈവം കൃപ തരുമാറാകട്ടെ. പലരുടെയും they are in the bondage of sickness. God will bring you back. ദൈവം നിന്നെ മടക്കി കൊണ്ടുവരും. അതിന്റെ 5-ാം വാക്യം വായിക്കാം. വേഴ്സ് 5, 5-ാം വാക്യം, 30-5. Deuteronomy 35. Deuteronomy 35. God will bring you back to the inheritance. പിതാക്കന്മാർക്ക് അവകാശമായിരുന്ന ദേശത്തേക്ക് നിന്നെ മടക്കി കൊണ്ടുവരും. God will bring you back to your inheritance. ഹല്ലേലൂയ. നീ ഇന്ന് അടിമയായിട്ട് കിടക്കുകയാണ്. പാപത്തിന്റെ അടിമ, രോഗത്തിന്റെ അടിമ, നിന്റെ സ്വന്തം ഇഷ്ടങ്ങളുടെ അടിമ, സുഖലോഭങ്ങളുടെ അടിമ. ഇതിൽ നിന്നൊക്കെ വിടുതൽ പ്രാപിക്കുവാൻ ദൈവം കൃപ തരുമാറാകട്ടെ. വിടുതൽ പ്രാപിച്ച ശേഷം നിന്നെ എവിടെ കൊണ്ടുവരും? നിന്റെ പിതാക്കന്മാരുടെ ദേശത്തേക്ക്, സന്തോഷത്തിലേക്ക്, ആത്മവളർച്ചയിലേക്ക്, സമൃദ്ധിയിലേക്ക്, കൃപകളുടെയും കൃപാവരങ്ങളുടെയും നിറവിലേക്ക് ദൈവം നിന്നെ കൊണ്ടുവരും. ഹല്ലേലൂയ. ദൈവം നിന്നെ കെട്ടഴിക്കുന്ന എന്തിനാ? ദൈവം നിന്നെ അടിമത്തത്തിൽ നിന്ന് മാറ്റുന്നത് എന്തിനാണ്? കൊണ്ടുവരുവാനാണ്. To get you back to your inheritance. ഹല്ലേലൂയ. അവകാശങ്ങളിലേക്ക് കൊണ്ടുവരുവാനാണ് ഇപ്പൊ കിടക്കുന്ന ശത്രുവിന്റെ കയ്യിൽ നിന്ന് പിടിച്ചെടുക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കാൽവറിയിൽ ജീവൻ തന്ന യേശു നിന്നെ രക്ഷിച്ചിരിക്കുന്നത് നിനക്ക് നഷ്ടപ്പെട്ടു പോയ അവകാശങ്ങളെ മടക്കി തരുവാനാണ്. തുള്ളനും വെട്ടിക്കിളിയും തിന്ന് നശിപ്പിച്ച എല്ലാ സംവത്സരങ്ങളെയും എന്റെ ദൈവം നിനക്ക് മടക്കി തരുമാറാകട്ടെ. God wants to release you from your bondage to give you back your inheritance. Inheritance of your joy, inheritance of your peace, inheritance of your spiritual blessing. All your spiritual gifts that were blocked from you. ഇതുവരെയും തടഞ്ഞു വെച്ചിരിക്കുന്ന, പിശാച് മാറ്റി വെച്ചിരിക്കുന്ന ആത്മീയ അനുഭവങ്ങളിലേക്ക് ദൈവം നിന്നെ മടക്കി കൊണ്ടുവരുമാറാകട്ടെ. ഹല്ലേലൂയ.
2013 ധാരാളം ആത്മീക അനുഗ്രഹങ്ങൾ, പിതാക്കന്മാരുടെ വെച്ചിരിക്കുന്ന അവകാശങ്ങൾ നിനക്ക് മടക്കി കിട്ടുവാൻ ദൈവം സഹായിക്കുമാറാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവകാശങ്ങളിലേക്ക് മടക്കി കൊണ്ടുവരികയും, അടുത്ത വാക്യം, അവകാശങ്ങളിലേക്ക് മടക്കി കൊണ്ടുവരികയും നീ അത് കൈവശമാക്കും. യു വിൽ ടേക്ക് ഇറ്റ്. നിനക്ക് നിന്നെ വർദ്ധിപ്പിക്കും. നീ കൈവശമാക്കും. ചിലർ അവകാശങ്ങളിലേക്ക് മടങ്ങി വരും, പക്ഷെ കൈ ഇങ്ങനെ പിടിച്ചിരിക്കുകയാണ്. അവകാശം ബാക്കിയുള്ളവർ എടുത്തോട്ടെ, പകുതി എൻ്റെ ചേട്ടൻ എടുത്തോട്ടെ. ആത്മീയ അവകാശങ്ങൾക്കൊന്നും വലിയ വാശിയില്ല. 1 ഇഞ്ച് സെന്റ് ഭൂമിയാണെങ്കിൽ എന്ത് വാശിയാണെന്നറിയാം. സഹോദരൻ ഒരു ലൈൻ കൊടുക്കില്ല. തുണിയുടെ ഒരു അഴ പോലും അഴിച്ചുകൊണ്ട് വരും. വീട്ടിലെ കസാറയും മേശയും ഡിവൈഡ് ചെയ്യുമ്പോൾ 1 കസാറ എക്സ്ട്രാ കൊടുക്കില്ല. അതിനൊക്കെ ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. പക്ഷെ ആത്മീക അവകാശങ്ങളൊക്കെ ചേട്ടായി എല്ലാവരും എടുത്തോട്ടെ. ഏശാവിനെ പോലെ എല്ലാം ഒരു സൂപ്പിന് യാക്കോബിന് വിട്ടുകൊടുത്തു. പലരും സഹോദരന്മാർക്ക് അവകാശങ്ങളെ വിട്ടുകൊടുക്കുകയാണ്. നോ, God does not want you to sell your inheritance. God wants you to have that. നിന്റെ പിതാക്കന്മാരെക്കാട്ടിലും നല്ല രീതിയിൽ ദൈവം നിന്നെ അനുഗ്രഹിക്കും. അത് മാത്രമല്ല, തുടർന്ന് നോക്കാം. What will happen to you? God will give you inheritance. What will happen to you? അടുത്ത വായിച്ച്. Yes. He will circumcise your heart. Obedience to word of God. ദൈവത്തിന്റെ വചനം അനുസരിക്കുന്ന ഒരു ഹൃദയം. ഇന്ന് പിശാച് പറയുന്ന കേൾക്കുന്ന ഒരു ഹൃദയമായില്ലേ? കള്ളം പറയാൻ പറഞ്ഞാൽ ഓടും. പ്രാർത്ഥനയ്ക്ക് പോകണ്ടെന്ന് പറഞ്ഞാൽ പ്രാർത്ഥനയ്ക്ക് പോകണ്ട. നേരത്തെ കയറി ഉറങ്ങിക്കോ ഉറങ്ങിക്കോ ഉറങ്ങിക്കോ, ക്ഷീണമല്ലേ, എന്തിനാ ഇന്ന് ബൈബിൾ വായിക്കുന്നത്, ഉടനെ ഉറങ്ങിക്കോളും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പിശാച് പറയാ പഠിക്കണ്ട, ഉഴപ്പി നടന്നോ, ടിവിയുടെ മുമ്പിൽ ഇരുന്നാൽ മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ടിവിയുടെ മുമ്പിലായിരിക്കും. പ്രാർത്ഥനയ്ക്ക് യാതൊരു താല്പര്യമില്ല, പഠിത്തത്തിന് യാതൊരു താല്പര്യമില്ല, ജോലിക്ക് യാതൊരു താല്പര്യവുമില്ല. ഏറ്റവും വലിയ ഉഴപ്പന്മാരായിട്ടാണ് ജീവിക്കുന്നത്. ഹല്ലേലൂയ. ദൈവത്തിന്റെ മക്കൾ എല്ലായിടത്തും സാക്ഷ്യമുള്ളവരായിരിക്കും. ഹല്ലേലൂയ. അവർ ചെയ്യുന്ന പ്രവൃത്തികളിലും ജോലി സ്ഥാനത്തും ഒക്കെ സാക്ഷ്യമുള്ളവരായിരിക്കും. ദൈവം നിന്നെ മടക്കി നിന്റെ ഹൃദയത്തിന്, ഹി വിൽ സർക്കംസൈസ് യുവർ ഹാർട്ട്, നിന്റെ ഹൃദയത്തിന് ഒരു പരിച്ഛേദന തരും. എന്തിനു വേണ്ടിയാണ്? ദൈവത്തെ അനുസരിക്കുവാൻ. സോ ദാറ്റ് യു മേ ഒബേ ഗോഡ്. ദൈവത്തെ അനുസരിക്കുവാൻ. നിനക്ക് ദൈവത്തെ അനുസരിക്കാതെ ഓടുന്ന ഈ ഓട്ടം ഇന്ന് രാത്രി അവസാനിക്കുവാൻ ദൈവം കൃപ തരുമാറാകട്ടെ. സ്വന്തം ഇഷ്ടങ്ങൾക്ക് വേണ്ടി ഓടുവാൻ അല്ല, ദൈവ കൽപ്പനകൾക്ക് വേണ്ടി ഓടുവാൻ, സ്വർഗത്തിലെ അപ്പച്ചന്റെ ഇഷ്ടം മനസ്സിലാക്കി പ്രവർത്തിക്കുവാൻ ദൈവം കൃപ തരുമാറാകട്ടെ. ഇന്ന് എത്ര പേരാണ് ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുന്നവര്? How many of you can clearly say that I am doing the will of God? Are we not disobeying more often than obeying? നമ്മൾ കൂടുതലും തെറ്റല്ലേ ചെയ്യുന്ന, അനുസരണക്കേടല്ലേ ചെയ്യുന്നത്? എത്ര പേര് ആത്മാർത്ഥമായി ദൈവത്തെ അനുസരിക്കുന്നുണ്ട്? യേശു പറഞ്ഞു, ഞാൻ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ വന്നിരിക്കുന്നു, എൻ്റെ അയച്ചവൻ്റെ ഇഷ്ടം ഞാൻ ചെയ്യുവാൻ പോകുന്നു. 2013 ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുന്നവരായി തീരുവാൻ ദൈവം കൃപ തരുമാറാകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചപ്പോൾ ദൈവം അതാണ് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചത്, യേശു പഠിപ്പിച്ചത്. സ്വർഗത്തിലെ പോലെ നിന്റെ ഇഷ്ടം ഭൂമിയിലും ആകണമേ. നമുക്ക് പ്രാർത്ഥിക്കാം, ദൈവമേ അങ്ങയുടെ ഇഷ്ടം എൻ്റെ ജീവിതത്തിലാകണമേ. മേ ഗോഡ് സർക്കംസൈസ് യുവർ ഹാർട്ട്. നിന്റെ ഹൃദയങ്ങളെ അതിനായി ഒരുക്കുമാറാകട്ടെ. അവനെ സ്നേഹിക്കുവാൻ, അവനെ അനുസരിക്കുവാൻ ദൈവം കൃപ തരുമാറാകട്ടെ. അനുസരിക്കണമെങ്കിൽ സ്നേഹം ഉണ്ടെങ്കിലേ സാധിക്കുള്ളൂ അല്ലേ? സ്നേഹമില്ലാത്തവൻ അനുസരിക്കുമോ? ഇപ്പൊ എൻ്റെ മോൻ വന്ന് പറയാ, പപ്പ ഐ ലവ് യു സോ മച്ച് ബട്ട് ഐ ഡോണ്ട് വോണ്ട് ടു ഒബേ യു. അപ്പച്ചനോട് എനിക്ക് ഭയങ്കര സ്നേഹമാണ്, പക്ഷെ അപ്പച്ചൻ പറയുന്ന ഒന്നും എനിക്ക് കേൾക്കാൻ സാധിക്കില്ല. അങ്ങനെ വല്ല സ്നേഹത്തിന് അർത്ഥമുണ്ടോ? ഇങ്ങനെയാണ് പല ദൈവമക്കളും. അപ്പച്ച ഐ ലവ് യു, ഐ ലവ് യു ഉറക്കെ പറയും, സാക്ഷ്യത്തിനകത്തും പാട്ടിനകത്തും ഒക്കെ. ദൈവമേ ഞാൻ സ്നേഹിക്കുന്നു, അങ്ങയുടെ സ്നേഹത്താൽ ഞാൻ നിറഞ്ഞു കവിയുന്നു. അനുസരണക്കേടിന്റെ ആശാന ഒന്നും പറയില്ല. ഇങ്ങോട്ട് വാടാ മോനെ എന്ന് പറയുമ്പോൾ അങ്ങോട്ട് പോകും, ഇവിടെ ഇരിക്കടാന്ന് പറയുമ്പോൾ വേറെ എവിടെയെങ്കിലും സ്ഥലം ഉണ്ടോ എന്ന് നോക്കിപ്പോ. ദൈവം ആക്കി വെച്ചിരിക്കുന്ന സ്ഥാനത്ത് വിശ്വസ്തയോടെ നിൽക്കുവാനും, ദൈവം പറഞ്ഞയക്കുന്ന സ്ഥാനങ്ങളിലേക്ക് കടന്നു പോകുവാനും, ദൈവം സംസാരിക്കുന്ന ചില വചനങ്ങൾ പറയുവാനും, ചില ജീവിതങ്ങളെ നേടിയെടുക്കുവാനും, ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം ഓടുന്ന വ്യക്തിയായി തീരുവാൻ ദൈവം നിനക്ക് ഭാഗ്യം തരുമാറാകട്ടെ. ഹല്ലേലൂയ,
2013 അങ്ങയുടെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ എന്നെ തന്നെ പ്രതിഷ്ഠിക്കുന്നുവെന്ന് എത്ര പേര് തീരുമാനിക്കും? ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. അതിൻ്റെ തന്നെ 7ഉം 9ഉം വാക്യം വായിക്കാം. നിന്റെ ശാപങ്ങളെ എടുത്തേച്ച് നിന്റെ ശത്രുക്കളുടെ മേലും നിന്നെ ഉപദ്രവിക്കുന്നവരുടെ കൊടുക്കും. നീ ദൈവത്തെ അനുസരിച്ചാൽ, നീ ദൈവത്തെ സ്നേഹിച്ചാൽ, നിന്റെ മേലുള്ള, നിന്റെ കുടുംബത്തിന്റെ മേലുള്ള എല്ലാ ശാപങ്ങളെയും മാറ്റിക്കളയും. He will destroy your enemy. Your curses will be taken away. കാൽവറിയിൽ യേശു നിന്റെ പാപത്തെ വഹിച്ചു, നിന്റെ രോഗത്തെ വഹിച്ചു, നിന്റെ ശാപത്തെ വഹിച്ചു, നിന്റെ ദുഃഖങ്ങളെ വഹിച്ചു, നിന്റെ ജീവിതത്തിന്റെ തകർച്ചയെ വഹിച്ചു. ഇന്ന് പാപിയായിരിക്കുന്ന ജീവിതമേ, ദൈവം നിന്റെ പാപത്തെ അവൻ കാൽവറിയിൽ വഹിച്ചിരിക്കുകയാണ്. ഇന്ന് രോഗിയായി കഴിയുന്ന ജീവിതമേ, നിന്റെ രോഗത്തെ അവൻ കാൽവറിയിൽ വഹിച്ചിരിക്കുകയാണ്. ഇന്ന് ശാപങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന ജീവിതമേ, നിന്റെ കുടുംബത്തിന്റെ ശാപം, നിന്റെ വീടിന്റെ ശാപം, നിന്റെ ദേശത്തിന്റെ ശാപം കാൽവറിയിൽ യേശു വഹിച്ചിരിക്കുന്നതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിന്റെ സകല സങ്കടങ്ങളെയും അവൻ വഹിച്ചിരിക്കുന്നു. All your sorrows he has borne on the cross of Calvary. He has become a man of sorrows. ഇനി നീ സങ്കടപ്പെടേണ്ട കാര്യമില്ല, ഇനി നീ ദുഃഖിക്കേണ്ട കാര്യമില്ല. അവൻ നിന്റെ ദുഃഖങ്ങളെ കാൽവറിയിൽ വഹിച്ചിരിക്കുകയാണ്. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? നിന്റെ ദുഃഖങ്ങളെ എല്ലാം അവൻ കാൽവറിയിൽ വഹിച്ചിരിക്കുകയാണ്. ദുഃഖിച്ചിരിക്കുന്ന ചില സഹോദരിമാർ ഇന്ന് ദൈവത്തിന്റെ വചനം കേട്ടുകൊണ്ടിരിക്കുകയാണ്. ശക്തമായി ദൈവം സംസാരിക്കുന്നു. നിന്റെ ദുഃഖത്തെ അവൻ വഹിച്ചിരിക്കുകയാണ്. നീ സന്തോഷിക്കേണ്ടവളാണ്, നീ തള്ളപ്പെട്ടവളാണെന്ന് ചിന്തിക്കേണ്ടവളല്ല. ദൈവം നിന്നെ തള്ളിയിട്ടില്ല. കുടുംബക്കാർ നിന്നെ തള്ളിയെന്ന് നീ വിചാരിക്കാം, കൂട്ടുകാർ നിന്നെ തള്ളിയെന്ന് നീ വിചാരിക്കാം, പക്ഷെ ദൈവം നിന്നെ തള്ളിയിട്ടില്ല. ഹല്ലേലൂയ! എന്റെ ദൈവം നിന്നെ തെരഞ്ഞെടുത്തിരിക്കുകയാണ്, നിന്നെ സ്നേഹിക്കുന്നു. നീ തള്ളപ്പെട്ടവളല്ല, നീ ദൈവത്തിന്റെ മുമ്പിൽ വിലയേറിയവളാണ്, നീ മാന്യളാണ്, ദൈവം തെരഞ്ഞെടുത്തതാണ്. ദൈവത്തിന്റെ പൈതലിനെ പോലെ ജീവിക്കുവാൻ ദൈവം നിനക്ക് ഭാഗ്യം തരുമാറാകട്ടെ. ഹല്ലേലൂയ! 9ാം വാക്യം വായിക്കാം, തുറന്നു. God will make you prosperous. നീ ചെയ്യുന്ന എല്ലാ പ്രവൃത്തിയിലും ദൈവം നിന്നെ അനുഗ്രഹിക്കും. See, why are you not getting successful in what you do? നീ ചെയ്യുന്നതിൽ എന്താ നീ വളരാത്തതിന്റെ കാര്യം? നീ ഒത്തിരി അധ്വാനിക്കുന്നുണ്ട്, നീ ഒത്തിരി പ്രവർത്തിക്കുന്നുണ്ട്, പക്ഷെ ഫലം കണ്ടെത്തുന്നില്ല. There is no effect. Why? എന്തുകൊണ്ടാ കാര്യം? ദൈവം നിന്നെ സഹായിക്കണം. നിന്റെ പ്രവർത്തികളിലൊക്കെയും അവൻ നിന്നെ അനുഗ്രഹിക്കും. നിന്നെ സന്ദർശിക്കുവാൻ ഇഷ്ടമുള്ള ദൈവം, നിന്റെ കൂടെ നടക്കുവാൻ ഇഷ്ടമുള്ള ദൈവം, നിനക്ക് വേണ്ടി കരുതുന്ന ദൈവം നിന്റെ പ്രവർത്തികളിലൊക്കെയും നിന്നെ അനുഗ്രഹിക്കും. എത്ര പേർക്ക് അത് അറിയാൻ സാധിക്കുന്നുണ്ട്? നിന്റെ കൃഷിയിൽ ദൈവം നിന്നെ അനുഗ്രഹിക്കും, നിന്റെ ബിസിനസ്സിൽ ദൈവം നിന്നെ അനുഗ്രഹിക്കും, നിന്റെ ജോലിയിൽ ദൈവം നിന്നെ അനുഗ്രഹിക്കും, നിന്റെ സകല പ്രവർത്തികളിലും ദൈവം നിന്നെ അനുഗ്രഹിക്കും. വചനത്തിൽ വ്യക്തമായി എഴുതിയിട്ടുണ്ട്, യഹോവ വീട് പണിയുന്നില്ലെങ്കിൽ പണിയുന്നവർ വൃഥാ അധ്വാനിക്കുന്നു, യഹോവ പട്ടണം കാക്കുന്നില്ലെങ്കിൽ കാവൽക്കാർ വൃഥാ ജാഗരിക്കുന്നു. If God is not with you in your work, you will never progress. You will never get victory. You will never get a rank. You will never get distinction. You will never be excellent unless the Holy Spirit is with you. ദൈവം നിന്റെ കൂടെ ഇല്ലെങ്കിൽ നിനക്ക് മുമ്പോട്ട് പോകുവാൻ സാധിക്കുകയില്ല. ദൈവം നിന്റെ കൂടെ ഉണ്ടെങ്കിൽ he will bless your work. അവൻ നിന്റെ പ്രവൃത്തിയെ അനുഗ്രഹിക്കും. അവൻ നിന്റെ പ്രവൃത്തിയെ അനുഗ്രഹിച്ച ശേഷം എന്ത് ചെയ്യുമെന്നറിയാമോ? എന്ത് ചെയ്യും? നിനക്ക് ഒത്തിരി കുഞ്ഞുങ്ങളുണ്ടാവും. യെസ്, നിന്റെ ദേശം, നിന്റെ കുടുംബം എല്ലാം അനുഗ്രഹം പ്രാപിക്കും. Yes, he will be rejoicing. He will be glad to make you prosperous. നീ വളരുന്നതിൽ അവൻ സന്തോഷിക്കും. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമായത്. നീ വളരുന്നതിൽ അവൻ സന്തോഷിക്കും. ഇപ്പം നാട്ടിൽ നീ വളർന്നു കഴിഞ്ഞാൽ അയൽവാസിക്ക് സന്തോഷമാണോ അസൂയാണോ? ഭയങ്കര അസൂയാണല്ലേ. ആരെങ്കിലും വളർന്ന് കണ്ടു കഴിഞ്ഞാൽ കുടുംബക്കാർക്ക്, സഹോദരന്മാർക്ക് അസൂയാണ്, നാട്ടുകാർക്ക് അസൂയാണ്, കൂട്ടുകാർക്ക് അസൂയാണ്. ഒരു മീൻകാരൻ വളർന്ന് കണ്ടു കഴിഞ്ഞാൽ വേറൊരു മീൻകാരൻ അസൂയാണ്. ഒരു പച്ചക്കറിക്കാരൻ വളർന്ന് കണ്ടു കഴിഞ്ഞാൽ വേറൊരു പച്ചക്കറിക്കാരൻ അസൂയാണ്. ഒരു എഞ്ചിനീയർ നല്ലതാണെന്ന് കണ്ടാൽ വേറൊരു എഞ്ചിനീയറിന് നല്ലതാണ്, അസൂയാണ്. ഒരു ഡോക്ടർ നല്ലതാണെന്ന് കണ്ടാൽ വേറൊരു ഡോക്ടർക്ക് അസൂയാണ്. ഒരു ബിസിനസ്സുകാരൻ നല്ലതാണെന്ന് കണ്ടാൽ വേറൊരു ബിസിനസ്സുകാരൻ അസൂയാണ്. ഒരു ലോയർ നല്ലതാണെന്ന് കണ്ടാൽ വേറൊരു ലോയർക്ക് അസൂയാണ്. അസൂയ ഭയങ്കര ഫ്രീ ആണ്. ഇതെല്ലാവർക്കും കെട്ട് കണക്കിന് കുത്തകയായിട്ടിരിക്കുകയാണ്. ചില സമ്പാദിച്ച് വീട്ടിൽ സ്റ്റോക്ക് വെച്ചിട്ടുണ്ട്. എന്താ അസൂയ? ഒരുത്തൻ നന്നാകുന്ന നിനക്ക് കാണാൻ പറ്റില്ല.
പക്ഷെ ദൈവം അങ്ങനല്ല. നീ നന്നാകുന്നതിൽ സന്തോഷിക്കും. അപ്പന്റെ ഒരു പ്രത്യേകതയാണ് മക്കൾ നല്ലതാകുന്നതിൽ they are very happy. Father in heaven will rejoice when you prosper. നിന്റെ ദൈവം നീ നല്ലതാകുന്നതിൽ സന്തോഷിക്കുന്നതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. നിന്റെ നന്മയിൽ എപ്പോഴും കൈയടിക്കുന്ന ഒരു സ്വർഗമുണ്ട്. നിന്റെ നന്മയിൽ എപ്പോഴും ചിരിക്കുന്ന ഒരു സ്വർഗമുണ്ട്. നിന്റെ നന്മയിൽ എന്നും റിജോയ്സ് ചെയ്ത് സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു സ്വർഗമുണ്ട്. മുടിയനായ പുത്രന്റെ മടങ്ങി വരവിൽ സന്തോഷിച്ചൊരു അപ്പനുണ്ടായിരുന്നു. ജ്യേഷ്ഠനത് സന്തോഷമല്ലായിരുന്നു, പക്ഷെ അപ്പച്ചൻ അതൊരു വലിയ സന്തോഷമായിരുന്നു. നിന്റെ മടങ്ങി വരവിൽ ദൈവം സന്തോഷിക്കും. നിന്റെ സൗഖ്യത്തിൽ ദൈവം സന്തോഷിക്കും. നിന്റെ കുടുംബത്തിന്റെ വിടുതലിൽ ദൈവം സന്തോഷിക്കും. നിന്റെ ജീവിതത്തിന്റെ മാറ്റത്തിൽ അഭിവൃദ്ധിയിൽ എന്റെ ദൈവം സന്തോഷിക്കും. അതുകൊണ്ടാണ് അവൻ നിനക്ക് അഭിവൃദ്ധി തരുന്നത്, അത് കണ്ട് സന്തോഷിക്കുവാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. 2013 അഭിവൃദ്ധി ദൈവം തരുമാറാകട്ടെ. വലിയ വളർച്ച ദൈവം തരുമാറാകട്ടെ. വലിയ ഉയർച്ച തരുമാറാകട്ടെ. നീ വാലല്ല തലയായി തീരുവാൻ ദൈവം ഇടയാക്കുമാറാകട്ടെ. ഹല്ലേലൂയ. നീ വാലല്ല തലയായി തീരുവാൻ സ്വർഗത്തിലെ അപ്പച്ചൻ നിനക്ക് ഭാഗ്യം തരുമാറാകട്ടെ. നിന്റെ കൂട്ടുകാരുടെ മധ്യേ, നിന്റെ വീട്ടുകാരുടെ മധ്യേ, നിന്റെ സഹോദരന്മാരുടെ മധ്യേ മാനിക്കുന്ന ദൈവം ജീവിക്കുന്നു. My God will honor you in your family, among your friends, among your brothers, in the nation wherever you are living. നീ ആയിരിക്കുന്ന രാജ്യത്ത് നിന്നെ മാനിക്കുന്ന എൻ്റെ ദൈവം ജീവിക്കുന്നു. എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കും. നീ ദൈവത്തെ മാനിച്ചാൽ ദൈവം നിന്നെ മാനിക്കും. എന്നെ നിന്ദിക്കുന്നവൻ നിന്ദ്യനായി തീരും. ദൈവത്തെ നിന്ദിക്കുന്നവൻ എന്നും നിന്ദ്യനായി തീരും. ഹല്ലേലൂയ. നമുക്ക് മുമ്പോട്ട് നോക്കാം. 1-2 കാര്യങ്ങൾ ഞാൻ ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നു. 1 ദിനവൃത്താന്തം 28-ാം അധ്യായം അതിൻ്റെ 20-ാം വാക്യം. ഫസ്റ്റ് ക്രോണിക്കൽസ് ചാപ്റ്റർ 28 വേഴ്സ് 20. 1 ദിനവൃത്താന്തം 28-ാം അധ്യായം അതിൻ്റെ 20-ാം വാക്യം. ഫസ്റ്റ് ക്രോണിക്കൽസ് ചാപ്റ്റർ 28 വേഴ്സ് 20. ആ ആ ആ ആ ആ ആ അവൻ നിന്നെ കൈവിടുകയില്ല. യഹോവയുടെ ആലയത്തിന്റെ ശുശ്രൂഷകൾ മുഴുവൻ നിവർത്തിക്കുന്നത് വരെ ശലോമോനെ ദൈവം നിന്നെ കൈവിടുകയില്ല. അപ്പന് നല്ല ഉറപ്പാണ്, ആലയം പണിക്ക് പോകുന്നവനെ ദൈവം വിടുകയില്ല എന്ന്. ദൈവികമായ ശുശ്രൂഷയിൽ നിൽക്കുന്ന സഹോദര, നീ പേടിക്കണ്ട. ദൈവം നിന്നിൽ വെച്ചിരിക്കുന്ന ശുശ്രൂഷകൾ നിവർത്തിക്കുന്നത് വരെയും ദൈവം നിന്നെ കൈവിടുകയില്ല. അതുകൊണ്ടാണ് ദൈവ ശുശ്രൂഷക്കാർ എന്ന് സുഖമായിട്ട് നടക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. എന്തുകൊണ്ടെന്നാൽ ആലയത്തിന്റെ പണിക്ക് ഇറങ്ങുന്നവനെ ദൈവം കൈവിടുകയില്ല. ശലോമോനോട് ദൈവം പറഞ്ഞ വാക്യമാണ്, അപ്പം പറഞ്ഞ വാക്യമാണ്. ഹല്ലേലൂയ. ദാവീദിന് പണിയാൻ പറ്റാത്ത ദേവാലയം പണിയുവാൻ ദൈവം ശലോമോനെ തെരഞ്ഞെടുത്തുവെങ്കിൽ ആ പണി തീരുന്നത് വരെയും ദൈവം ശലോമോന്റെ കൂടെ ഇരിക്കും. എത്ര പേര് ആലയം പണിക്ക് വേണ്ടി ഒരുങ്ങും? ദൈവം നിന്റെ കൂടെ കാണും. How many of you are willing to build the kingdom of God this night? God is going to be with you. Hallelujah. നീ തനിയെ അല്ല ആലയം പണി ചെയ്യുന്നത്. പലപ്പോഴും ശുശ്രൂഷയ്ക്ക് ഇറങ്ങി നിൽക്കുന്ന ചില ജീവിതങ്ങൾ ഇന്ന് എൻ്റെ വചനം കേൾക്കുന്നതെന്ന് എനിക്കറിയാം. ശുശ്രൂഷകനായി നിൽക്കുമ്പോൾ നീ ഏകനായെന്ന് ചിന്തിക്കുന്ന പല അവസരങ്ങൾ നിന്റെ ജീവിതത്തിൽ കടന്നു വരാം. നീ ഒരിക്കലും ഏകനല്ല. ഹല്ലേലൂയ. നിന്നെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. അവൻ അന്ത്യത്തോളം കാക്കുവാൻ ശക്തനാണ്. നിന്നെ എല്ലാവരും തള്ളിക്കളഞ്ഞാലും ഒരിക്കലും തള്ളിക്കളയാതെ നിന്റെ കൂടെ നിന്നുകൊണ്ട് അവൻ ഉദ്ദേശിച്ച പണി നിന്നിൽ കൂടെ നിവർത്തിക്കുവാൻ അവൻ വിശ്വസ്തനാണ്. ഹല്ലേലൂയ. If God has selected you for his ministry, God will never leave you. He will be with you till you complete it. അത് പൂർണ്ണതയിൽ എത്തിക്കുന്നത് വരെയും അവൻ നിന്റെ കൂടെ ഇരിക്കും. ഹല്ലേലൂയ. ദേവാലയത്തിന്റെ പണി തീരുന്നത് വരെയും അല്ലയോ ശലോമോനെ, ദൈവം നിന്റെ കൂടെ ഇരിക്കും. ഇന്ന് രാത്രി ഞാൻ ധൈര്യത്തോടെ പറയട്ടെ, ശുശ്രൂഷയ്ക്കായി നിൽക്കുന്ന ജീവിതമേ, ശുശ്രൂഷയ്ക്ക് ഇറങ്ങുമ്പോൾ നീ ഭയപ്പെടേണ്ട, എൻ്റെ ദൈവം നിന്റെ കൂടെയുണ്ട്. അതുകൊണ്ടാണ് വചനത്തിൽ എഴുതിയിരിക്കുന്നത്, ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ എതിർക്കുകയില്ല. സഭ പണിയുവാൻ നീ നിൽക്കുമ്പോൾ നിന്റെ കൂടെ പണിയുന്നത് ദൈവമാണ്. ശുശ്രൂഷയ്ക്ക് ആത്മീകമായി നീ ഇറങ്ങുമ്പോൾ നിന്റെ കൂടെ നിൽക്കുന്നത് ദൈവമാണ്. ആലയം പണിക്ക് നീ കൈ കൊടുക്കുമ്പോൾ, കൈ കോർക്കുമ്പോൾ നിന്റെ കൂടെ ഇറങ്ങി വരുന്ന ദൈവമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ.
സ്വാർത്ഥമായി നടന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നിന്റെ പണിയുടെ കൂടെ ദൈവം മകനൊന്നില്ല, ഗ്യാരണ്ടി ഇല്ല കേട്ടോ. നിനക്ക് ഇഷ്ടമുള്ള ചില ബിസിനസ്സിൽ ഓടിക്കഴിയുമ്പോൾ ചിലപ്പോൾ നിന്റെ കൂടെ വരണമെന്ന് വലിയ ഗ്യാരണ്ടി ഇല്ല കേട്ടോ. നീ തോന്നിവാസിയായിട്ട് ജീവിച്ചിട്ട് നിനക്ക് കുറച്ച് മുതലുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു കുറുക്ക് വഴി കൂടെ നീ കാണിക്കുന്ന ആ ബിസിനസ്സിനകത്ത് ദൈവം കയറി വരണമെന്നില്ല കേട്ടോ. ഹല്ലേലൂയ. പക്ഷെ ദൈവം നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലി, ദൈവം നിന്നെ തെരഞ്ഞെടുത്തിരിക്കുന്ന പ്രവൃത്തി, when you are going to complete it, my God will be there with you till the end. ഏലിയാവിനെ തെരഞ്ഞെടുത്ത ദൈവം ഏലിയാവിന്റെ അവസാന നിമിഷം വരെയും അവന്റെ കൂടെ ഉണ്ടായിരുന്നു. ഏലിയാവിനെ ഉടലോടെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോയി. ഏലീശായെ തെരഞ്ഞെടുത്ത ദൈവം അസുഖമായി കിടക്കുന്ന മരണക്കിടക്കയിൽ നിന്നുകൊണ്ട് ആരാമ്യ സൈന്യത്തിനെതിരായി വിജയം പ്രഖ്യാപിക്കുവാൻ ദൈവത്തിന്റെ പ്രവാചകനെ ദൈവം ഉപയോഗിച്ചു. അവസാന ശ്വാസം വരെയും ദൈവമക്കളെ ഉപയോഗിക്കുവാൻ കഴിയുന്ന ദൈവം ജീവിക്കുന്നു. നിന്നിലേക്ക് പകർന്നിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തി നിന്റെ മർത്യ ശരീരത്തെ അവസാന നിമിഷം വരെയും ഉപയോഗിക്കാൻ വിശ്വസ്തനാകിയാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ജീവിതത്തിന്റെ അന്ത്യഘട്ടങ്ങളിലേക്ക് നീങ്ങിയിരിക്കുന്ന ജീവിതമേ, ഇന്ന് രാത്രി ദൈവം നിന്നോട് സംസാരിക്കുകയാണ്. നിന്റെ അവസാന ഘട്ടങ്ങളിൽ ആദ്യത്തെക്കാട്ടിലും അതിശക്തിയോടെ ഉപയോഗിക്കുവാൻ കഴിയുന്ന എൻ്റെ ദൈവം ജീവിക്കുന്നു. നിന്റെ ശുശ്രൂഷ കഴിഞ്ഞു എന്ന് നീ ചിന്തിച്ചു കഴിഞ്ഞാൽ അത് തെറ്റാണ്. നീ തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശിംശോന്റെ അവസാനം അവന്റെ ആദ്യത്തെക്കാട്ടിലും വലിയ ശക്തിയായിരുന്നു. അവൻ പാപത്തിൽ വീണ ശേഷം മാനസാന്തരപ്പെട്ടപ്പോൾ അവന്റെ അവസാന ഘട്ടത്തെ ദൈവം അധികം അനുഗ്രഹിച്ചു. അതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഒന്ന് രണ്ട് വാക്യങ്ങൾ നമുക്ക് വേഗം വായിക്കാം. സങ്കീർത്തനം 18:28. സാംസ് 18:28. സങ്കീർത്തനം 18:28. സങ്കീർത്തനം, യെസ്. എന്റെ ദൈവമായ യഹോവ എന്റെ അന്ധകാരത്തെ പ്രകാശമാക്കും. ദൈവം നിന്റെ ജീവിതത്തിൽ ചെയ്യാൻ പോകുന്ന വേറൊരു വലിയ പരിപാടി ഇതാണ്. നിന്റെ അന്ധകാരത്തെ അവൻ, ഇപ്പൊ ചില ഭാഗത്തൊക്കെ ഒരു ചെറിയ പ്രകാശം അടിച്ചിട്ടുണ്ട് അല്ലേ, നിനക്കറിയാം. പക്ഷേ നിന്റെ ഹൃദയത്തിന്റെ ചില ഭാഗമൊക്കെ ഇപ്പോഴും ഇരുണ്ട് കിടക്കുക അല്ലേ, ഒട്ടും പ്രകാശം ചെല്ലാതെ ദൈവത്തിന് ചില അറകൾ അടച്ചിട്ടിരിക്കുന്ന ചില വ്യക്തികൾ ഇവിടെ ഇരിപ്പുണ്ട്. ചില ഭാഗമൊക്കെ തുറന്നു കൊടുത്തിട്ടുണ്ട്. ദൈവം ഇങ്ങോട്ട് കയറി വന്നോ, ഈ ഭാഗത്തൂടൊക്കെ പൊക്കോ, ഡ്രോയിങ് റൂം വഴി ഡൈനിങ് റൂം വഴി ഇങ്ങനെ കറങ്ങി അങ്ങ് പൊക്കോണം, ബെഡ്റൂം വഴി അങ്ങേ സൈഡിലോട്ട് എൻ്റെ മുറിയിലോട്ട് ഓഫീസ് വരെ നീ വരണ്ട, ബാക്കിയുള്ള സ്ഥലത്തൊക്കെ നീ പൊക്കോ. ഇവിടൊക്കെ ഞാൻ വേറെ കാര്യങ്ങൾ വെച്ചിട്ടുണ്ട്, നിനക്ക് ഇഷ്ടമില്ലാത്ത കുറേ കാര്യങ്ങൾ. പ്രൈസ് ദി ലോർഡ്. ചില വീട്ടിൽ ദൈവത്തെ അങ്ങനെ കയറ്റുന്നേ, ഈ ഗസ്റ്റിനെ കൊണ്ടുവന്ന് ഒരു വഴി കയറ്റി മറ്റേ വഴി വിടുന്ന പോലെ. അന്ധകാരം നിറഞ്ഞിരിക്കുന്ന ചില അറകൾ നിന്റെ ഹൃദയത്തിന്റെ ഉള്ളിലും നിന്റെ ഭവനത്തിലും നിന്റെ ഓഫീസിലും ദൈവത്തിന് തുറന്നു കൊടുക്കാത്ത ചില അനുഭവങ്ങൾ നിൽക്കുന്നുവെങ്കിൽ ആ അന്ധകാരത്തെ ദൈവം പ്രകാശിപ്പിക്കുവാൻ പോകുന്നതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. The Lord will enlighten my darkness. ദൈവം നിന്റെ അന്ധകാരത്തെ പ്രകാശമാക്കി തീർക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അല്ലയോ അന്ധകാരത്തിൽ ജീവിക്കുന്ന വ്യക്തിയെ, ലോകത്തിന്റെ വെളിച്ചമായ യേശു നിന്റെ ഹൃദയത്തിലേക്ക് കടന്നു വരുമ്പോൾ നിന്റെ ജീവിതം വെളിച്ചമായി ശോഭിക്കാൻ പോകുകയാണ്. നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമായി തീരാൻ പോകുകയാണ്. നിന്റെ ജീവിതത്തിന്റെ എല്ലാ അന്ധകാരവും മാറാൻ പോകുകയാണ്. നിന്റെ ഹൃദയത്തിന്റെ എല്ലാ അന്ധകാരവും മാറാൻ പോകുകയാണ്. മനസ്സിന്റെ എല്ലാ അന്ധകാരവും നീങ്ങാൻ പോകുകയാണ്. ദൈവം നിന്നിൽ വസിക്കുവാൻ പോകുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അന്ധകാരങ്ങളെ അവൻ മാറ്റും. ഇനിയും അവൻ എന്താ ചെയ്യാൻ പോകുന്നത്? സങ്കീർത്തനം 49:15 വാക്യം വായിക്കാം. സാംസ് 49:15. സാംസ് 49:15. ദൈവം എൻ്റെ പ്രാണനെ പാതാളത്തിന്റെ അധികാരത്തിൽ നിന്ന് വീണ്ടെടുക്കും. അവൻ എന്നെ കൈക്കൊള്ളും. ഒരിക്കലും പൊങ്ങി വരാൻ വയ്യാത്തൊരവസ്ഥയിൽ ചിലത് കിടപ്പുണ്ട്. പാതാളം എന്ന് പറയും. പിശാച് ഇടിച്ചിടിച്ചിടിച്ചിടിച്ച് അങ്ങ് കൊണ്ടൊന്ന് എത്തിച്ചിരിക്കുക. ആരും ആദ്യം പോയി പാതാളത്തിൽ വീഴില്ല. ചെറുതായിട്ട് മദ്യപാനം തുടങ്ങും, മദ്യപാനം മൂത്തേച്ച് വേറെ കാര്യങ്ങളാവും, അവസാനം മോഷണമാവും, കുറച്ച് കഴിയുമ്പോഴത്തേക്ക് കൊലപാതകമാവും. ഇങ്ങനെയാണ് ഒരു കള്ളം പ്രോഗ്രസ് ചെയ്യുന്നത്. ആരും കൊലപാതകനായിട്ട് ജനിക്കില്ല. പെതുക്കെ പെതുക്കെയാണ് പിശാച് നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. അവസാനം നിന്നെ അടിച്ചൊതുക്കി പാതാളത്തിലിട്ടിരിക്കുകയാണ്. ഇന്ന് പാതാളത്തിലിരിക്കുന്ന ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ, പാതാളത്തിൽ നിന്ന് നിന്നെ പൊക്കാൻ എൻ്റെ ദൈവത്തിന് സാധിക്കാം. മരണത്തിന്റെ വായിൽ നിന്ന് വലിച്ചെടുക്കുവാൻ എൻ്റെ ദൈവത്തിന് സാധിക്കും. സിംഹത്തിന്റെ വായിൽ നിന്ന് ഗുഹയിൽ നിന്ന് എടുക്കാൻ എൻ്റെ ദൈവത്തിന് സാധിക്കും. തീയുടെ മധ്യത്തിൽ നിന്ന് വലിച്ചെടുക്കുവാൻ ദൈവത്തിന് സാധിക്കും. ക്യാൻസറിൽ നിന്ന് രക്ഷ തരുവാൻ എൻ്റെ ദൈവത്തിന് സാധിക്കും.
ഡോക്ടർമാർക്ക് സഹായിക്കാൻ കഴിയാത്ത സാഹചര്യങ്ങൾ സഹായിക്കുവാൻ ദൈവത്തിന് സാധിക്കും. നീ വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണും. നീ ഇന്ന് രാത്രി വിശ്വസിച്ചാൽ എന്റെ ദൈവത്തിന്റെ മഹത്വം കാണും. നിന്റെ മനസ്സിലേക്ക് സംശയങ്ങളെ ഇട്ടുകൊണ്ട് പിശാച് നിന്നെ തകർക്കുവാൻ നോക്കുമ്പോൾ, പാതാളത്തിന്റെ ഇടിന്റെ അടയിലേക്ക് അടയ്ക്കുവാൻ നോക്കുമ്പോൾ, പാതാളത്തിൽ നിന്ന് വലിച്ചെടുക്കുവാൻ കഴിയുന്ന എന്റെ രക്ഷകൻ ജീവിക്കുന്നു. ഹല്ലേലൂയ. ചില ജീവിതങ്ങളെ അടച്ച് ഇടിച്ച് ഇരുട്ടിന്റെ ഉള്ളിലേക്ക് കൊണ്ടുപോയി ഏറ്റവും താഴ്ന്ന പാതാളത്തിലേക്ക് വിട്ടിരിക്കുകയാണ്. എന്റെ ദൈവം നിന്റെ ആത്മാവിനെ അവിടുന്ന് വലിച്ചു പൊക്കോ, നിന്റെ പ്രാണനെ അവിടുന്ന് വലിച്ചു പൊക്കോ. അവൻ നിനക്ക് രക്ഷ ചെയ്യും. എത്ര പേര് ഇത് വിശ്വസിക്കും? ദൈവം പ്രവർത്തിക്കാൻ പോവുകയാണ്. നിന്റെ കുടുംബത്തിൽ തള്ളപ്പെട്ട ചില ജീവിതങ്ങൾ ഇന്ന് നീ ചിന്തിക്കുമ്പോൾ അവർ പാതാളത്തിൽ ഇരിക്കുന്ന പോലെ തോന്നും. വിഷമിക്കണ്ട, ദൈവം ആ സഹോദരങ്ങളെ വിടുവിക്കാൻ പോവുകയാണ്. നീ പ്രാർത്ഥിച്ചാൽ മാത്രം മതി. അവരുടെ പാതാളത്തിന്റെ കെട്ടുകളെ പൊട്ടിച്ച് ദൈവം വലിച്ചു കൊണ്ടുവരാൻ പോവുകയാണ്. അവരെ തള്ളിക്കളയേണ്ട ആവശ്യമില്ല. എന്തുകൊണ്ടെന്നാൽ ദൈവത്തിന്റെ പ്രവർത്തനം ചെയ്യാൻ പോവുകയാണ്. അവൻ നിന്റെ പ്രാണനെ രക്ഷിക്കും. ഏഷ്യാ പ്രവചനത്തിലേക്ക് കടന്നു വന്ന 3 വാക്യങ്ങൾ നമുക്ക് ഏഷ്യാ പ്രവചനത്തിൽ നോക്കാം. ഏഷ്യാ പ്രവചനം 25-ാം അധ്യായം അതിന്റെ 8-ാം വാക്യം. I want to say a few things from the book of prophetical book of Isaiah. We will see. ദൈവം നിനക്ക് വേണ്ടി ചെയ്യാൻ പോകുന്ന ചില കാര്യങ്ങൾ. അവൻ എന്ത് നീക്കിക്കളയും? മരണത്തെ നീക്കിക്കളയും. ആ, നിന്റെ മുഖത്തിൽ നിന്ന് കണ്ണുനീരിനെ തുടച്ചു തരും. ജനത്തിന്റെ നിന്നെ അവൻ ഭൂമിയിൽ നിന്ന് നീക്കിക്കളയും. He will wipe away your tears from your face. മുഖത്ത് ഹാങ്കർചീഫ് വെച്ച് തുടച്ച്, കൈ കൊണ്ട് തുടച്ച് ദൈവം നിന്റെ കണ്ണുനീരിനെ മാറ്റിക്കളയും. ഇപ്പം നീ കരയുന്ന സ്ഥലത്ത് ആരാ തുടയ്ക്കുന്നേ? നിന്റെ സാരിത്തുമ്പോ അല്ലെ നിന്റെ സൽവാറിന്റെ തുമ്പോ ചുന്നി ഇല്ലേ, അല്ലെ പ്രാർത്ഥിക്കാൻ ഉപയോഗിച്ച് അത് വെച്ചിട്ട് നീ ഇങ്ങനെ തുടച്ചുകൊണ്ടിരിക്കുകയാണല്ലേ. ഈ കണ്ണുനീര് ആരും കാണുന്നില്ലെന്നാ പറയണേ. ദൈവം ഓരോന്നും എണ്ണി വെച്ചിട്ടുണ്ട്. ഇനി ദൈവം ചെയ്യാൻ പോകുന്നത് നീ കരയാതിരിക്കാൻ തക്കവണ്ണം നിന്റെ കണ്ണുനീരിനെ തുടയ്ക്കാൻ പോവുകയാണ്. നായിന്റെ വിധവ മരിച്ച കുട്ടിയെ അടക്കുവാൻ കൊണ്ടുപോയപ്പോൾ മഞ്ചത്തെ തൊട്ട ശേഷം യേശു കരയണ്ട എന്ന് അവളോട് പറഞ്ഞു. മഞ്ചത്തെ തൊട്ട ശേഷം അവനെ ഉയർത്തിച്ചു. നിന്നോട് കരയണ്ട എന്ന് പറഞ്ഞ് നിന്റെ കണ്ണുനീരിനെ തുടച്ചാൽ നഷ്ടപ്പെട്ടതിനെ മടക്കി തരുവാൻ തമ്പുരാന് സാധിക്കും. നീ എന്തിനാ കരയുന്നതെന്നറിയാമോ? നിനക്ക് ചിലതൊക്കെ നഷ്ടപ്പെട്ടു പോയി. നീ ആഗ്രഹിച്ച ചില കാര്യങ്ങൾ നടന്നിട്ടില്ല. നീ വിചാരിക്കുന്ന രീതി മുമ്പോട്ട് പോകാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് നീ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ നിന്റെ കണ്ണുനീരിനെ അവൻ തുടയ്ക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. ദുഃഖത്തെ മാറ്റാൻ പോവുകയാണ്. സന്തോഷമെന്ന മേലാടെ അവൻ നിനക്ക് ധരിപ്പിക്കുവാൻ പോവുകയാണ്. ഒരു ദൈവത്തിന്റെ പൈതലിന്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? ഹി വിൽ ഗിവ് യു എ ഗാർമെന്റ് ഓഫ് പ്രൈസ്. സ്തുതി എന്ന മേലാടെ അവൻ നിനക്ക് തരും. സന്തോഷം നിന്റെ ഹൃദയത്തിലേക്ക് തരും. വൈ യു ആർ നോട്ട് ഏബിൾ ടു പ്രൈസ് ഹിം? ബിക്കോസ് യു ആർ സോ സാഡ് ആൻഡ് യു ആർ ക്രൈയിങ്. എന്തുകൊണ്ടാണ് നിനക്ക് സ്തുതിക്കാൻ സാധിക്കാത്തത്? നീ ഇപ്പോഴും ദുഃഖത്തിലിരിക്കുക, ഞെരുക്കത്തിലിരിക്കുക, പാതാളത്തിലിരിക്കുക, കെട്ടിവെച്ചിരിക്കുകയാണ്. പിശാച് നിന്നെ മുറുക്കി വെച്ചിരിക്കുകയാണ്. ഇതിനെല്ലാം അഴിച്ച് വിടുവിച്ച് സന്തോഷത്തെ പകർന്ന് സ്തുതിയെ നാവിൽ തന്ന് ദൈവം നിന്നെ വിടുവിക്കുവാൻ പോകുകയാണ്. നിന്റെ കണ്ണുനീരിനെ തുടച്ചു മാറ്റുവാൻ പോകുകയാണ്. ദൈവം തന്നെ അവന്റെ കൈ കൊണ്ട് നിന്റെ കണ്ണുനീരിനെ തുടയ്ക്കും. ഐസായ 41:13, ഏഷ്യ 41:13 വാക്യം. ഐസായ 41:13, ഏഷ്യ 41:13 വാക്യം വായിക്കാം. ഐസായ 41:13. നിന്റെ ദൈവമായ യഹോവ നിന്റെ വലം കൈ പിടിച്ച് ഞാൻ നിന്നെ സഹായിക്കും. ഐ വിൽ ഹെൽപ്പ് യു. നിന്റെ വലം കൈ പിടിച്ച് ഞാൻ നിന്നെ സഹായിക്കും. ദൈവം നിന്റെ വലം കൈ പിടിക്കുന്നത് നീ അനുഭവിച്ചിട്ടുണ്ടോ? ഹാവ് യു ഫെൽറ്റ് ഹിം ഹോൾഡിംഗ് യുവർ റൈറ്റ് ഹാൻഡ്? വാവ്, ഇറ്റ് ഈസ് എൻ എക്സ്പീരിയൻസ്. അതൊരു അനുഭവിക്കേണ്ട അനുഭവമാണ്. ദൈവം നിന്റെ വലം കൈ പിടിക്കുന്നത് നീ അനുഭവിച്ചേ മതിയാകുകയുള്ളൂ. ഹല്ലേലൂയ. ഞാൻ ഈ ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുമ്പോൾ ഞാൻ എപ്പോഴും ചെക്ക് ചെയ്യും. ചില ആൾക്കാരുടെ ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുമ്പോൾ അവരുടെ കൈയുടെ ആ ശക്തി നമുക്ക് ഫീൽ ചെയ്യാം. ഇല്ല, ആ ഗ്രിപ്പ്. ഇപ്പം ഭയങ്കര ശക്തനാണ്, ബോഡി ബിൽഡറാണെന്ന് നമുക്കറിയാം. ഞാൻ ആരുടെയും പേരെടുക്കുന്നില്ല, പക്ഷേ കയ്യിലറിയാം അവരുടെ കൈ ഇങ്ങനെ പിടിക്കുന്നുണ്ട്. വലിയ എക്സസൈസ് ചെയ്യാത്ത ചില പാർട്ടീസ് ഉണ്ട്, നല്ലവണ്ണം അധ്വാനിക്കുന്നവർ. അവർ വെട്ടികൾ ചുമക്കും, അവരെല്ലാം ചെയ്യും. അവരുടെ കൈ അങ്ങോട്ട് പിടിക്കുമ്പോഴേ നമുക്കറിയാം ഈ കൈ ഇച്ചിരി കട്ടിയുള്ള കൈയാണ്. ചില ശക്തന്മാരങ്ങനെ ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ കൈ ഒന്ന് പിടിച്ചു നോക്കണം. പ്രൈസ് ദി ലോർഡ്. ഒരു കൊച്ചു കുഞ്ഞിന്റെ കൈ പിടിക്കുന്നവരാണോ ദൈവത്തിന്റെ കൈ പിടിക്കുന്നത്? 6 മാസം പ്രായമുള്ള കുഞ്ഞിന്റെ കൈ പിടിക്കുന്നവരാണോ? ചിലർ അങ്ങനെ പിടിച്ചിരിക്കുന്നത്. ഈ ദൈവത്തിനൊന്നും പറ്റില്ല എന്ന് പറഞ്ഞായിരിക്കുന്നത്. 6 മാസം പ്രായമുള്ള ഉണ്ണിയുടെ കൈ പിടിക്കുന്നവരാണോ? എന്റെ ദൈവം നിന്റെ കൈ പിടിച്ചു കഴിഞ്ഞാൽ നീ ദൈവത്തിന്റെ കൈയല്ല പിടിക്കുന്നത്, ദൈവം നിന്റെ കൈ പിടിക്കും. ഹല്ലേലൂയ. ദൈവം നിന്റെ കൈ പിടിക്കും.
നീ ദൈവത്തിന്റെ കൈ പിടിച്ചാൽ സ്ലിപ്പാവും. പ്രൈസ് ദി ലോർഡ്. അത് ആരെങ്കിലും ശ്രദ്ധിച്ചു നോക്കിയോ? കൊച്ചു പിള്ളേർ നിന്റെ കൈ, ശക്തന്മാരുടെ കൈ പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉടനെ വിട്ടേച്ച് പോവാം. പക്ഷെ ദൈവം കയറി നിന്റെ കൈയെ പിടിച്ചു കഴിഞ്ഞാൽ നിനക്ക് വിട്ടേച്ച് പോകാൻ പറ്റുമോ? ദൈവം നിന്റെ വലത് കൈക്ക് പിടിക്കും. നിനക്ക് വിട്ടേച്ച് പോകാൻ വയ്യാത്ത രീതിയിൽ കുന്നുകൾ കയറുവാൻ, മലകൾ കയറുവാൻ, താഴ്വരയിൽ കൂടെ പോകുവാൻ, വലിയ മതിലുകൾ ചാടിക്കയറുവാൻ, നിനക്ക് എതിരായി നിൽക്കുന്ന ശത്രുവിന്റെ മുമ്പേ പോകുവാൻ ദൈവം നിനക്ക് കൈ പിടിക്കുക. 1000 പേര് നിനക്കെതിരെ വന്നാലും ഒന്നും ഭയപ്പെടേണ്ട ആവശ്യമില്ല. 10,000 നിനക്കെതിരായി പാളയം ഇറങ്ങിയാലും ഭയപ്പെടേണ്ട ആവശ്യമില്ല. വൺസ് ഗോഡ് സ്റ്റാർട്ട് ഹോൾഡിംഗ് യുവർ ഹാൻഡ്, ഇറ്റ് ഈസ് എ ട്രെമൻഡസ് എക്സ്പീരിയൻസ്. അത് വലിയ അനുഗ്രഹമുള്ള ഒരു അവസരമാണ്. ദൈവം നിന്റെ കൈ പിടിച്ചു കഴിയുമ്പോൾ അവന്റെ ശക്തി നിന്നെ മുമ്പോട്ട് കൊണ്ടുപോകും. ഏത് കുഴിയിൽ നിന്നും വലിച്ചു പൊക്കാൻ സാധിക്കും, ഏത് വീഴ്ചയിൽ നിന്നും വലിച്ചു പൊക്കാൻ സാധിക്കും. ഇനി ചിലപ്പോൾ നീ വീണ് കിടക്കുകയായിരിക്കും. യു മസ്റ്റ് ഹാവ് fallen down. ഇനി നീ എഴുന്നേക്കേല്ല എന്ന് പലരും പറഞ്ഞു കാണും. പക്ഷെ ദൈവം നിന്റെ കൈക്ക് പിടിച്ചു പൊക്കാൻ പോവാ. നീ ഉയരില്ല, എഴുന്നേൽക്കില്ല എന്ന് ശബ്ദിക്കുന്ന ശബ്ദങ്ങളെ എല്ലാം അടച്ചുകൊണ്ട് ദൈവം നിന്നെ ഉയർത്താൻ പോവുകയാണ്. അവൻ നിന്റെ കൈക്ക് പിടിച്ചു പൊക്കാൻ പോവുകയാണ്. അത് വിശ്വസിക്കുന്ന ദൈവമക്കൾക്കാണ് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിന്റെ ശത്രു നിനക്കെതിരായി വാദിച്ച് നീ ഇനി മേലാൽ ഉയരില്ല എന്ന് പറയുമ്പോൾ നിന്റെ കരം പിടിച്ചു പൊക്കുന്ന ദൈവശക്തിക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അവൻ നിന്റെ കരം പിടിക്കും. അത് മാത്രമല്ല, ഐസായ ചാപ്റ്റർ 50 verse 7 and 9, അവൻ നിന്റെ കരം പിടിക്കുക മാത്രമല്ല, കരം പിടിച്ച ശേഷം ഈ ആദ്യം കയ്യെഴുത്ത് പിള്ളേരെ പഠിപ്പിക്കുന്ന പോലെ ആ ഈ ഊ പഠിപ്പിക്കുന്നത് പോലെ നിന്നെ ചില കാര്യങ്ങൾ ദൈവം പഠിപ്പിക്കും. എഴുതി വരച്ചു വരാൻ. യെസ്, വായിച്ചോ. യഹോവയായ കർത്താവ് എന്നെ സഹായിക്കും. ഹി വിൽ ഹെൽപ്പ് മീ. ഞാൻ അമ്പരന്ന് പോകുകയില്ല, ആക്കിയിരിക്കും. ഞാൻ ലജ്ജിച്ചു പോകുകയില്ല എന്ന് പറയുന്നു. നിന്റെ ജോലി സ്ഥാനത്ത്, നിന്റെ മിനിസ്ട്രിയില്, നിന്റെ ജീവിതത്തില്, നിന്റെ ക്ലാസ്സില് ദൈവം നിന്നെ കൈ പിടിച്ച് സഹായിക്കും. ഈ കൊച്ചു പിള്ളേരെ കൈ പിടിച്ച് ഹരിശ്രീ ഹാ ഇ എന്നൊക്കെ എഴുതിപ്പിക്കുന്ന ഓർമ്മയുണ്ടോ? കോപ്പി എഴുതാൻ ഈ ABCDEE അത് ആദ്യം ഭയങ്കരമായിട്ട് എഴുതിക്കണം ഇല്ലേ? പടം വരയ്ക്കാൻ, എഴുതിക്കാൻ. ഇതുപോലെ തന്നെ ദൈവം നിന്നെ കൈ പിടിച്ച് ആദ്യത്തെ പാഠങ്ങൾ നിന്നെ പഠിപ്പിക്കും. ആത്മീകമായ പാഠങ്ങളും പഠിപ്പിക്കും, അല്ലാത്ത പാഠങ്ങളും പഠിപ്പിക്കും. നിന്റെ കരം ദൈവത്തിന്റെ കൈ കൊടുത്തെങ്കിലേ സാധിക്കുകയുള്ളൂ. ചിലർ എന്ത് ചെയ്താൽ കൊടുക്കില്ല, എത്ര ചോദിച്ചാലും കൊടുക്കില്ല. ആ കരം ഞാൻ തന്നെ നോക്കട്ടെ എന്നാ പറയുന്നത്. എനിക്ക് നല്ലവണ്ണം പണിയാൻ അറിയാം. മുക്കുവനായ പത്രോസും അങ്ങനെയായിരുന്നു, ശിഷ്യന്മാരും അങ്ങനെയായിരുന്നു. പടകിൽ വെള്ളം കയറി മുങ്ങുന്ന സമയമായപ്പോഴും കർത്താവിനെ ഉണർത്തിയില്ല. ഒന്ന് ശ്രമിച്ചു നോക്കി, തന്നെ ആകട്ടെ. നീ കർത്താവിന്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ദൈവം നിന്നെ അനുഗ്രഹിക്കാൻ പോകുകയാണ്. നിന്റെ ജോലി സ്ഥാനത്ത്, നിന്റെ പ്രവൃത്തിയിൽ, നീ ആയിരിക്കുന്ന സ്ഥാനത്ത് അത്ഭുതകരമായ രീതിയിൽ ദൈവം നിന്നെ അനുഗ്രഹിക്കാൻ പോകുകയാണ്. കഴിഞ്ഞ നീണ്ട വർഷങ്ങളിൽ എന്നെ അനുഗ്രഹിച്ച ദൈവം, എൻ്റെ ജോലിയിൽ എന്നെ അനുഗ്രഹിച്ച ദൈവം, എൻ്റെ ഓപ്പറേഷനിൽ എന്നെ അനുഗ്രഹിച്ച ദൈവം, വലിയ വലിയ സങ്കീർണമായ ന്യൂറോ സർജറികൾ ചെയ്യുമ്പോൾ, മണിക്കൂറുകൾ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ, മൈക്രോസ്കോപ്പിന്റെ അടിയിൽ കൂടെ ചെയ്യുമ്പോൾ, വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഇറങ്ങി വന്ന് അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ ശക്തിക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സ്പൈനൽ കോഡ് സർജറി, ബ്രെയിൻ ട്യൂമേഴ്സ്, ബ്രെയിൻ സ്റ്റെമ്മിന് അടുത്തുള്ള ഓപ്പറേഷൻ, വലിയ വലിയ സങ്കീർണമായ ഓപ്പറേഷൻ ചെയ്യുമ്പോൾ നമ്മുടെ കൈ വിറയ്ക്കാതിരിക്കുവാൻ കൈ പിടിച്ച് പ്രവർത്തിക്കുന്ന ദൈവശക്തിക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആരും ഭയപ്പെടേണ്ട. നിങ്ങളുടെ ജോലി എന്താണേലും അത് കൈ പിടിച്ച് ചെയ്യുന്ന ദൈവമുണ്ട്. ഏറ്റവും നല്ലവണ്ണം ചെയ്യുവാൻ ദൈവം സഹായിക്കും. അവസാനമായി ഞാൻ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്ന ഒരു വാക്യം വായിക്കാം. മീഖയുടെ പുസ്തകം 7-ാം അധ്യായം 7-ാം വാക്യം. Today God has a last word for you. Listen to this, take it to your heart and never forget it, because God will listen to you. ഇത് നീ കേട്ട് ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. ദൈവം നിന്നെയും ശബ്ദത്തെയും കേൾക്കുന്നു. യെസ്, യെസ്. He will save me and my God will hear me. മീഖ പ്രവാചകൻ പറയുകയാണ്, എൻ്റെ ദൈവം എൻ്റെ നിലവിളി കേൾക്കും. മലയാളത്തിൽ വായിച്ചോ. 7:7. ഞാൻ യഹോവയെങ്കിലേക്ക് നോക്കും, എൻ്റെ രക്ഷയുടെ ദൈവത്തിനായി കാത്തിരിക്കും. എൻ്റെ ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കും. ആമേൻ. എൻ്റെ ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കും. My God will hear my prayer. എൻ്റെ ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കും. പലരും ദൈവം പ്രാർത്ഥന കേൾക്കുന്നില്ല എന്നാ പറയണേ. കുറെ നാളായി പ്രാർത്ഥിക്കുന്നു ഡോക്ടറെ, ദൈവം പ്രാർത്ഥന കേൾക്കുന്നില്ല. ഉത്തരത്തിൽ അടിച്ച് ഉത്തരം കിട്ടാത്ത പ്രാർത്ഥന കെട്ടുമായിട്ട് നടക്കുകയാണ്.
നീ നേരെ ആയാൽ ദൈവം നിന്റെ പ്രാർത്ഥന കേൾക്കും. ദൈവത്തിന് ചെവി കേൾവി കുറവൊന്നുമില്ല. ഗോഡ് ഹാസ് നോ ENT പ്രോബ്ലം. ഹിയറിംഗ് എയ്ഡിന്റെ ആവശ്യമൊന്നുമില്ല. ഹല്ലേലൂയ. തിമിംഗലത്തിന്റെ ഉള്ളിൽ നിന്ന്, സമുദ്രത്തിന്റെ അടിത്തട്ടിൽ നിന്ന് യോനായുടെ പ്രാർത്ഥന കേട്ട ദൈവം ഇന്ന് നിന്റെ പ്രാർത്ഥന കേൾക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. Shall we read that verse again? Micah 7:7. ഞാൻ യഹോവയെങ്കിലേക്ക് നോക്കും. സഹായം വരുന്ന പർവ്വതമായിരിക്കുന്ന യഹോവയെങ്കിലേക്ക് നോക്കും. പ്രശ്നങ്ങളുടെ മുമ്പിൽ പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് ആദ്യം നോട്ടം ശരിയാകണം. നീ യഹോവയെങ്കിലേക്ക് നോക്കണം, ശരിയായിട്ട് നോക്കണം. നോക്കിയ ശേഷം ഞാൻ യഹോവയെങ്കിലേക്ക് നോക്കും. എന്റെ സഹായം എവിടെ നിന്ന് വരുന്നു? ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച യഹോവയെങ്കിൽ നിന്ന് വരുന്നു. അത് വരും, നിശ്ചയമാണ്. എന്റെ രക്ഷയായ ദൈവത്തിങ്കിൽ നിന്ന് എന്റെ സഹായം വരും, നിശ്ചയമാണ്. നിന്നെ സഹായിക്കുവാൻ ഇന്ന് ദൈവമുള്ളതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിന്നെ സഹായിക്കുവാൻ ഒരു പർവ്വതമുള്ളതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിന്നെ സഹായിക്കുന്ന രക്ഷയുള്ള ദൈവമാകിയാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അവൻ നിന്റെ പ്രാർത്ഥന കേൾക്കും. എത്ര പേർക്ക് ഇത് ഉറപ്പുണ്ട്? ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കും. ഞാൻ നിങ്ങൾക്ക് വേണ്ടി എല്ലാം പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഈ രാത്രി വലിയൊരു അത്ഭുതം നടക്കുവാൻ പോവുകയാണ്. ഇന്ന് ദൈവം കഴിഞ്ഞ വർഷം ചെയ്തിട്ടില്ലാത്തതിനെക്കാട്ടിലും വലിയ രീതിയിൽ നിന്റെ കെട്ടുകളെ അഴിക്കുവാൻ പോവുകയാണ്. ദൈവം നിന്നെ സന്ദർശിക്കുന്ന നിമിഷമാണ്. ദൈവം നിനക്ക് അത്ഭുതങ്ങൾ തരുന്ന ദൈവമാണ്. God will provide for you. ദൈവം നിന്റെ കൂടെ നടക്കുന്ന ദൈവമാണ്. ദൈവം നിന്നെ കാത്തു സൂക്ഷിക്കുന്ന ദൈവമാണ്. ദൈവം നിന്നെ രോഗത്തിന് സൗഖ്യമാക്കുന്ന ദൈവമാണ്. ദൈവം നിന്റെ ചങ്ങലകളെ അഴിക്കുന്ന ദൈവമാണ്. ദൈവം നിന്നെ അനുസരിക്കുവാൻ നിന്റെ ഹൃദയത്തിന് പരിച്ഛേദന തരുന്ന ദൈവമാണ്. ദൈവം നിന്റെ ശത്രുവിനെ തകർക്കുന്ന ദൈവമാണ്. അത് മാത്രമല്ല, ദൈവത്തിന്റെ പ്രവർത്തികൾ നിന്റെ ജീവിതത്തിൽ പൂർത്തീകരിക്കുന്നത് വരെയും ദൈവം നിന്റെ കൂടെ നിൽക്കും. God will never leave you. ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല എന്ന് പറഞ്ഞ ദൈവം നിന്റെ കൂടെ നിൽക്കും. എത്ര പേര് ദൈവത്തോട് പറയും, കർത്താവേ എൻ്റെ കൂടെ വരണമേ, ഐ വോണ്ട് യു ടു ബി വിത്ത് മീ, എൻ്റെ കൂടെ വരണമേ. ദൈവം കൂടെ വന്നു കഴിയുമ്പോൾ അതിൻ്റെ സകല അനുഗ്രഹവും നിന്റെ ജീവിതത്തിൽ കിട്ടാൻ പോകുകയാണ്, നിന്റെ കുടുംബത്തിൽ കിട്ടാൻ പോകുകയാണ്. എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാട്ടെ. ഈ നിമിഷം ദൈവം ചില ജീവിതങ്ങളെ സൗഖ്യമാക്കിക്കൊണ്ടിരിക്കുകയാണ്, ചില രോഗികളെ വിടുവിച്ചുകൊണ്ടിരിക്കുകയാണ്, ചില ബന്ധനങ്ങളെ ദൈവം അഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ചിലരെ ഉയർത്തുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. നിന്റെ ഉയർച്ചയിൽ സന്തോഷിക്കുന്ന ദൈവം, നിന്റെ വിടുതലിൽ സന്തോഷിക്കുന്ന ദൈവം, നിന്റെ നന്മയിൽ സന്തോഷിക്കുന്ന ദൈവം നിന്നെ പാതാളത്തിന്റെ കെട്ടിൽ നിന്ന് അഴിച്ച് പൊക്കിയെടുത്ത് നിന്റെ അന്ധകാരത്തെ മാറ്റിയെടുത്ത് നിന്റെ മേൽ വെളിച്ചം പകർന്ന് നിന്നെ പ്രകാശത്തിലേക്ക് നയിക്കുവാൻ വിശ്വസ്തനാകിയാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എത്ര പേര് പ്രാർത്ഥിക്കും? ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം നിങ്ങളെ വിടുവിക്കുമാറാകട്ടെ. നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം. സർവശക്തനായ ഞങ്ങളുടെ ദൈവമേ, ഈ ദൈവത്തിന്റെ വചനം കേട്ട് ഇന്ന് രാത്രിയിൽ എല്ലാവർക്കായി ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവേ, എല്ലാവരെയും ഒരുപോലെ അനുഗ്രഹിക്കുമാറാൻ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ അത്ഭുതത്തിന്റെ കരം അവരുടെ മേൽ അയക്കുമാറാകണമേ. അങ്ങയുടെ ശക്തിയുടെ കരം അവരെ തൊടുമാറാക്കണമേ. അവരുടെ നിത്യമായ കരം, അങ്ങയുടെ നിത്യമായ കരം അവരെ പിടിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ അന്ധകാരത്തിന്റെ കുഴിയിൽ നിന്ന് വലിച്ചെടുക്കുമാറാകണമേ. അവരുടെ തകർച്ചയിൽ നിന്ന് അവരെ പൊക്കുമാറാകണമേ. അവരെ മാന്യനാക്കി തീർക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. ദേശത്തെ, കുടുംബത്തെ, ചുറ്റുപാട് അനേകർക്ക് പ്രയോജനമുള്ളവനാക്കി ദൈവമേ അവരെ തീർക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ സന്ദർശനം ഇന്നുണ്ടായിരിക്കുന്നതിനാൽ നന്ദി പറയുന്നു. നീ അനുഗ്രഹിച്ചിരിക്കുന്നതിനാൽ നന്ദി. നീ വിടുതൽ കൊടുത്തിരിക്കുന്നതിനാൽ നന്ദി. നീ സൗഖ്യമാക്കിയിരിക്കുന്നതിനാൽ നന്ദി. പ്രാർത്ഥന കേട്ടിരിക്കാൻ നന്ദി. മാനവും മഹത്വവും അങ്ങേക്ക് യേശുവിന്റെ നാമത്തിൽ തന്നെ. ഹല്ലേലൂയ. ഇത്രയും സമയം ശ്രദ്ധയോടെ തിരുവചനം കേട്ട എല്ലാവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വീണ്ടും ദൈവത്തിന്റെ വചനം കേൾക്കുവാൻ ദൈവം കൃപ തരുമാറാകട്ടെ. ദൈവത്തിങ്കിലേക്ക് മടങ്ങി വന്നിരുന്ന് ദൈവശബ്ദം കേട്ട് അനുഗ്രഹം പ്രാപിപ്പാൻ ദൈവം സഹായിക്കട്ടെ. ഹല്ലേലൂയ. ദൈവം സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. May God bless you. Praise the Lord.